السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. നമ്മൾ 58 മുതൽ 67 വരെ ഉള്ള ആയത്തുകളുടെ തദബ്ബുറിലേക്ക് പോവാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് തദബ്ബുറുകളൊക്കെ റിഫ്ലക്ഷൻ ലിങ്കിൽ വന്നിട്ടുണ്ട്. ബാക്കി ചെയ്യാനുള്ളവരും കൂടെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം 58ാമത്തെ ആയത്ത്. ذلك نتلوه عليك من الآيات والذكر الحكيم. നിനക്ക് നാം ഓതി കേൾപ്പിക്കുന്ന ആ കാര്യങ്ങൾ, ഓക്കെ, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും യുക്തിമത്തായ ഉത്ബോധനത്തിലും പെട്ടതാകുന്നു. നമ്മള് ഇതിന്റെ തഫ്സീർ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിക്ർ എന്ന് പറയുന്നത് ഒരു മെൻഷൻ പരാമർശത്തിന്റെ ഒരു സോഴ്സും അല്ലെങ്കിൽ ഫെയിം പ്രശസ്തിന്റെ ഒരു സോഴ്സും കൂടിയാണ് ദിക്ർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ അതായത് ആര് ഖുർആനിൽ വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു, അവർക്ക് ഭൂമിയിൽ ഒരു നല്ലൊരു മെൻഷൻ, നല്ല പരാമർശം അവർക്ക് ഭൂമിയിൽ ഉണ്ടാവും, അതേപോലെ പ്രശസ്തി ഭൂമിയിൽ ഉണ്ടാവും, അതേപോലെ സ്വർഗത്തിലും. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ സച്ചരിതരായ പൂർവികന്മാര്, സഹാബാക്കളിൽ നിന്നും അതിനുശേഷം വന്ന പലരും അല്ലെ, പല പണ്ഡിതന്മാരും പലരെയും നമുക്കറിയാം. ഓരോ സമയത്തുണ്ടായ ഓരോ ഇമാമുകളെയും അല്ലെ, ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെ ഉള്ള ആളുകൾ, അങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമുക്കറിയാം. അവരുടെ പേരുകളൊക്കെ നമുക്കിപ്പോഴും അവരെ അറിയാം, അവരെ നമ്മൾ ഓർക്കുന്നുണ്ട്, അവരിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട് അല്ലെ. അവരുടെ ഗ്രന്ഥങ്ങളായിക്കോട്ടെ, അവരുടെ വചനങ്ങളായി, അവർ പറഞ്ഞ കോട്സ് ആയിക്കോട്ടെ, അവരുടെ എക്സ്പീരിയൻസ്, അതൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. അതും എന്തുകൊണ്ടാ? ഇതേ റീസൺ അല്ലെ, ഖുർആനെ അവര് വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ്. അവര് എത്ര തന്നെ അവരെല്ലാവരും ഓരോരുത്തരും അവരവരുടേതായ സ്ട്രഗിളിലൂടെ കടന്നു പോയവരാണ് അല്ലെ, ഒപ്പോസ് ചെയ്യപ്പെട്ടവരാണ്, ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടവരാണ്, അറ്റാക്ക് ചെയ്യപ്പെട്ടവരാണ് അല്ലെ. പല ഇമാമുകളും പല രീതിയിൽ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പല ഇമാമുകളും അവർ പലതിലും, അതായത് വളരെ മോശമായിട്ട് അവരെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതെ, സ്വഹാബാക്കളും അതെ, ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും അവര് നമ്മൾ ഓർക്കുന്നത്, അവരിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഇതേ കാരണം, ഖുർആനും അല്ലെ, ഖുർആനെ വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്തതുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. പരലോകത്തെ കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല ഈ കാര്യത്തിൽ. ലോകത്തും സക്സസ്ഫുൾ ആവാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഖുർആനെ വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ആൾക്കാരാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടണ്ട. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാലും, നമ്മൾ ആളുകളെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും, നമ്മൾ ആളുകളെ എതിർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പ്രതീക്ഷ നഷ്ടപ്പെടുക വേണ്ട. ഭൂമിയിലും സക്സസ്ഫുൾ ആവാനുള്ള ഒരേ ഒരു വഴി ഇതാണ്. ഇഖ്ലാസോടുകൂടി, നമ്മൾ ക്ഷമയോടുകൂടി നമ്മളുടെ വഴിയിൽ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഖുർആൻ അറിയുകയും വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ള ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി മറ്റു പല വഴികളുണ്ട് അല്ലെ. ദുനിയാവില് നമുക്ക് സക്സസ് അല്ലെങ്കിൽ ഫെയിം എന്നൊക്കെ പറയുന്ന പല വഴികളും നമ്മൾ കാണുന്നുണ്ട്. പല ഹലാലായ വഴികളാണ്. ഇപ്പൊ ബിസിനസ് ആണെങ്കിലും, പഠനമാണെങ്കിലും, ജോലിയാണെങ്കിലും, മീഡിയ ഫെയിം എല്ലാം. അതൊക്കെയും നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ചെയ്യുന്നത്? ഈ ഒരു റിയൽ സക്സസിലേക്ക് എത്താനുള്ള മീൻസ് ആയിട്ട് അല്ലെ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം നമ്മുടെ മോട്ടിവേഷനിൽ. നമുക്കൊരു പൈസ ഉണ്ടാക്കാൻ ഇതുപോലെ ഹലാലായ മാർഗങ്ങളിലൂടെ പറ്റുവാണെങ്കിൽ പോലും അത് നമുക്ക് എന്തിനേക്കുള്ള മീൻസ് ആണ്? നമ്മളുടെ പരലോകത്തേക്ക്, നമ്മളുടെ ഇബാദത്ത് ബെറ്റർ ആക്കാനുള്ള മീൻസ് ആണ്. അപ്പം അത്തരം സക്സസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പോലും അത് ഈ ഒരു സക്സസിലേക്ക് എത്താനുള്ളതാവണം. ഖുർആനെ അനുസരിച്ച് ഫോളോ ചെയ്ത് ജീവിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന വിജയം. ഓക്കെ, അങ്ങനെയുള്ള മോഡൽസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അടുത്ത ജനറേഷന് അങ്ങനെയുള്ള ഒരു മോഡലായി നമ്മൾ
കാണിച്ചു കൊടുക്കുകയും വേണം. എത്രത്തോളം നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ പഠിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നു, അത്രത്തോളം നമ്മളുടെ സ്റ്റേറ്റസ് ഉയർന്നുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. ഖുർആനെ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു, പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ, ടെസ്റ്റുകൾ ഉണ്ടാവും, അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു, അത്രത്തോളം നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സ്റ്റേറ്റസ് ഉയർന്നുകൊണ്ടേയിരിക്കും. അതൊരു എന്താ പറയാ, ഇന്റർനാഷണൽ ഫിഗർ ലെവലിലേക്കൊന്നും ആയിക്കൊള്ളുന്നില്ല. അതും പോസിബിൾ ആണ്. കാരണം ഇവരൊക്കെ ആ ഒരു ലെവലിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുകയാണ്. അതുപോലെ പല പ്രവാചകന്മാരും പല പണ്ഡിതന്മാരും ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുകയാണ്. അപ്പം ഇന്റർനാഷണൽ ഫിഗർ ആവാനൊന്നും പ്രയാസമൊന്നുമില്ല. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് നമ്മളുടെ കുഞ്ഞു സർക്കിളിലെങ്കിലും നമ്മുടെ ഫാമിലി സർക്കിളിലെങ്കിലും നമ്മൾ എന്നെന്നും അഡ്മയർഡ് ആയിരിക്കും. ലൈക്ക് അവരൊരു മാതൃകയായിരുന്നു, അവരിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റേറ്റസ് നമുക്ക് എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് ദുനിയാവിൽ ഖുർആനെ പഠിക്കുകയും മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്താൽ കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പ്രോസസ്സ് അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ ഈ വഴിയിലാവുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അള്ളാഹിന്റെ സഹായത്തോടു കൂടി നമുക്ക് സക്സസ്ഫുൾ ആകാനും പറ്റും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖുർആനെ ഫോളോ ചെയ്ത് സക്സസ്ഫുൾ ആകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളെ കുടുംബത്തിനെയും നമ്മളെ മക്കളെയും വരുന്ന തലമുറകളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പിന്നെ അടുത്ത ആയത്ത് 59-ാമത്തെ ആയത്ത്, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഈസ അലൈഹി ഇസ്ലാമിനെ ഉപമിക്കുന്നത് ആദം അലൈഹി ഇസ്ലാമിനോടാണ് അല്ലെ. കാരണം ആദം അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് കുൻ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി. സുബ്ഹാനല്ലാഹ്. ഇവിടെ അള്ളാഹ്ക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കൺക്ലൂഷൻ അല്ലെ. അള്ളാഹ് ആദം അലൈഹി ഇസ്ലാമിനെ മാതാപിതാക്കളില്ലാതെ ഉണ്ടാക്കാൻ പറ്റും, ഈസ അലൈഹി ഇസ്ലാമിനെ പിതാവില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് നമ്മളുടെ കാഴ്ചയിൽ അല്ലെ അമ്മയും വാപ്പയും ഇല്ലാണ്ട് ഒരു കുട്ടി ഉണ്ടാവാന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പം ഒരു ഭാര്യക്കും ഭർത്താവിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു എന്തെങ്കിലും അല്ലെ സെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് കുട്ടി ഉണ്ടാവുകയേ ഇല്ല എന്നുള്ള അതായത് നമുക്കെല്ലാം വളരെ നോർമൽ മീൻസിലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ റിമൈൻഡർ നമുക്കൊരു ആശ്വാസമാണ്. ഐ മീൻ ഈ ഒരു ആയത്ത് നമുക്കൊരു ആശ്വാസവുമാണ്, അതുപോലെ ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. കുൻ ഫയകുൻ. അള്ളാഹ്ക്ക് എല്ലാം പറ്റും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും സ്റ്റക്ക് ആയിരിക്കുമ്പോൾ നമുക്ക് തോന്നും, പടച്ചോനെ ദുനിയാവിൽ ആർക്കും ഇല്ലാത്തൊരു ടെസ്റ്റ് ആയത്, ഈ ടെസ്റ്റ് ആർക്കും വന്നിട്ടില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. അതിന് അത്രയും വേദനാജനകമായ ടെസ്റ്റാണിത്, ഇതിനൊരു പരിഹാരവും ഇല്ല എന്നൊക്കെ നമുക്ക് വർഷങ്ങളോളം ചിലപ്പോൾ ചില പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ ഖദീർ എന്ന് പറഞ്ഞ ആ ഒരു സിഫ അല്ലെ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആ സിഫത്ത് നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കാരണം അള്ളാഹ്ക്ക് ഇതുപോലെയുള്ള വണ്ടേഴ്സ് അല്ലെ, അതായത് വാപ്പയും ഉമ്മയും ഇല്ലാണ്ട് ആദം അലൈഹി ഇസ്ലാമിനെയും വാപ്പയില്ലാതെ ഈസ അലൈഹി ഇസ്ലാമിനെയും അള്ളാഹ്ക്ക് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല അല്ലെ. കാരണം നമ്മൾ വിചാരിക്കും ഇപ്പോ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കപ്പിളിന് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഓക്കെ വാപ്പയും ഉമ്മയും പിന്നെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കുട്ടികൾ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കും. ഓ പ്രശ്നമാണ് അല്ലെ, നമ്മൾ ആ ഒരു മീൻസ് നമുക്ക് അവിടെ ഇല്ലാണ്ടായി. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്ഭുതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ നേച്ചറിന് പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് അള്ളാഹ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമ്മളുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷനെ അൺലോക്ക് ചെയ്യാന്നുള്ളത് അള്ളാഹ്ക്ക് വലിയൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. മാത്രമല്ല ആ ലോക്ക് ഇട്ടത് അള്ളയാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നമാണെങ്കിലും ആ ലോക്ക് കൊണ്ടുവന്നത് അള്ളയാണ്. ആ ഒരു ലോക്ക് അള്ളാഹ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അൺലോക്കും അള്ളാഹ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സൊല്യൂഷൻ അള്ളാഹിന്റെ അടുത്ത് തന്നെ ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഈസ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പയില്ലാണ്ട് സൃഷ്ടിച്ചപ്പം അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഒരു തൗഹീദിന്റെ ഒരു ടെസ്റ്റാണ് അതല്ലേ. കാരണം അള്ളാഹ്ക്ക് അറിയാം കുറെ ആളുകൾ ഇതിന്റെ പേരിൽ ട്രാക്ക് വിട്ടു പോകും. കുറെ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ട്രാക്ക് വിട്ടിട്ട് ഈസ അലൈഹിസ്സലാമിനെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. നമ്മളുടെയും ജീവിതങ്ങളിലെ പല ടെസ്റ്റുകൾക്കും സുബ്ഹാനല്ലാഹ് തൗഹീദിന്റെ പല ലെവലുകളിലുള്ള ടെസ്റ്റുകൾ, അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പരീക്ഷണങ്ങളും നമുക്കുള്ള തൗഹീദിന്റെ പല ലെവലിലുള്ള ടെസ്റ്റാണ്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് അത് നമുക്ക് ഈ ഒരു പ്രശ്നം വരുമ്പം അള്ളാഹിനെ മാത്രമാണോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ടെസ്റ്റെങ്കിലും എന്തായാലും ഉണ്ടാവും. എന്ത് കുഞ്ഞു ടെസ്റ്റ് വന്നു കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ ഇതിന് പരിഹാരം തരാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ടെസ്റ്റ്, അതിൽ നമ്മൾ എത്തുന്നുണ്ടോ, അതിലേക്ക് നമ്മുടെ വിശ്വാസം പോകുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. ആൻഡ് വേറെ പല രീതിയിലും തൗഹീദിന്റെ ടെസ്റ്റുകൾ വരാം അല്ലെ. കാരണം നമ്മൾ എന്തിനോടെങ്കിലും ആരോടെങ്കിലും അറ്റാച്ച്ഡ് ആണെങ്കിൽ അത് അള്ളാഹിന്റെ മേലെയാണോ, കാരണം അതിനൊന്നും അള്ളാഹു വലിച്ചു കഴിയുമ്പോൾ നമുക്ക് ആകെ കൂടെ നമ്മുടെ ജീവിതം ഇല്ലാണ്ട് താളം തെറ്റി അള്ളാഹിനെ മറന്നു പോകുന്ന
പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. തൗഹീദിന്റെ ടെസ്റ്റാണ് അല്ലെ. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പം അത് ഏതെങ്കിലും ഒരു പ്രത്യേക ആളുകൾക്ക് അല്ലെങ്കിൽ പ്രത്യേക എക്സ്പേർട്സിന് അല്ലെങ്കിൽ പ്രത്യേക ഗ്രൂപ്പിനെ അതിനൊരു പരിഹാരം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. അവരൊന്ന് കാല് മാറിക്കഴിഞ്ഞാൽ നമുക്ക് താങ്ങാനാവാണ്ടാവുക. അങ്ങനെ നമ്മുടെ റിലയൻസ്, നമ്മുടെ തവക്കുലാറില്ല എന്നുള്ള ടെസ്റ്റ്, അങ്ങനെ അങ്ങനെ നമുക്ക് ജീവിതത്തിൽ വരുന്ന ഓരോ ടെസ്റ്റും. ഇവിടെ ഐസ അലൈഹിസ്ലാമിനെ ഉപ്പയില്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പം വന്ന തൗഹീദിന്റെ ടെസ്റ്റ് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ടെസ്റ്റും നമ്മൾ തൗഹീദ് എവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അളക്കുന്നതാണ്. അപ്പം അതിനകത്ത് നമ്മൾ വിജയിച്ച് അള്ളാഹുൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, തൗഹീദിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ഓർക്കുക, എന്ത് ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹു എന്താണ്, അൽ ഖദീർ ആണ്. അള്ളാഹ്ക്ക് കുൻ എന്ന് പറയേണ്ട കാര്യമുള്ളൂ, ഫയക്കൂൻ അത് അവിടെ ഉണ്ടാവും അല്ലെ. അപ്പം എന്ത് വന്നു കഴിഞ്ഞാലും അത് നമുക്ക് എന്താ പറയാ, പ്രാക്ടിക്കലി എത്ര ഇമ്പോസിബിൾ ആണ് തോന്നിക്കഴിഞ്ഞാലും, ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും, ഇത് ഭയങ്കര പ്രയാസമാണ് എനിക്ക്, എന്താ പറയാ, ഇത് കഴിഞ്ഞിട്ട് വേറെ കാര്യം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഭയങ്കര നാണക്കേടാണ്, അല്ലെങ്കിൽ ഇതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഓരോ ടെസ്റ്റിനും ഓരോ നേച്ചറാണ് അല്ലെ. എന്ത് വിചാരിക്കുക, എന്ത് വന്നു കഴിഞ്ഞാലും അള്ളാഹുൽ ഡിപ്പെൻഡ് ചെയ്യുക, ഫുൾ ഈമാനോട് കൂടി. ഓക്കെ, അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട്, അത് നിരാശപ്പെടാതെ സൊല്യൂഷൻ അള്ളാഹിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് കൺസിസ്റ്റന്റ് ആയിട്ട് അള്ളാഹുൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അതിന്റെ കൂടെ നമുക്ക് വേണ്ട പരിഹാരത്തിനുള്ള സ്റ്റെപ്പുകളും എടുക്കുക. ഓക്കെ, സ്റ്റെപ്പുകൾ എടുക്കുമ്പം ഒരിക്കലും നമ്മുടെ വിശ്വാസം സ്റ്റെപ്പുകളിലായി പോകരുത്. അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കലാണ് അതിന്റെ സൊല്യൂഷൻ, ചികിത്സയിലാണ് അതിന്റെ സൊല്യൂഷൻ ഉള്ളത് അല്ലെ. പക്ഷെ ചികിത്സിക്കുമ്പോൾ പഠിച്ചോനെ ആ ഡോക്ടർ തന്നെ കിട്ടിയെങ്കിൽ ആ ഡോക്ടർ നാട്ടിലില്ല, അപ്പൊ പിന്നെ അവിടെ നമുക്ക് ഷിഫ തരുന്നത് റബ്ബാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മുടെ ഡിപ്പെൻഡൻസ് തവക്കൽ കംപ്ലീറ്റ്ലി അള്ളാഹുലായിരിക്കുക. സൊല്യൂഷൻ അള്ളാഹ് തന്നെ തരുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി ദുആ ചെയ്യുക. അള്ളാഹ്ക്ക് ഒരു കുൻ പറയേണ്ട ആവശ്യമേ ആ കാര്യത്തിലുള്ളൂ എന്ന് വിശ്വസിക്കുക. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യണം, പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എടുക്കണം. പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എടുക്കുമ്പോഴും നമ്മൾ എന്ത് സ്റ്റെപ്പാണോ എടുക്കുന്നത് ആ ഒരു കാര്യത്തിൽ, ആ ആളിൽ, അല്ലെങ്കിൽ ആ ഒരു എന്തിലാണോ നമ്മുടെ സൊല്യൂഷൻ ഉള്ളത് അതിന്റെ മേലെ നമ്മുടെ ഡിപ്പെൻഡൻസ് ആയി പോകാതിരിക്കുക. ഓക്കെ, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹാരം തരുന്നത് എന്തായാലും ഇതുപോലെയുള്ള മീൻസിലൂടെയാണ് അല്ലെ. അപ്പൊ നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുമ്പോഴാണ് അതിന് അള്ളാഹ് ഷിഫ തരുന്നത്. അല്ലാതെ ചികിത്സയൊന്നും ഇല്ലാണ്ട് അള്ളാഹ് പടച്ചോന്റെ ചോറ് വെട്ടും വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കൂല. അത് ഇസ്ലാമികമല്ല അല്ലെ. ഇസ്ലാമികം എന്ന് പറയുമ്പോൾ ഏതൊരു പ്രശ്നത്തിന്റെയും സൊല്യൂഷൻ എവിടെയാണ്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ അല്ലെ. അള്ളാഹിന്റെ അടുത്ത് സഹായം തേടുക സബർ കൊണ്ടും നമസ്കാരം കൊണ്ടും ദുആ കൊണ്ടും. അപ്പൊ ദുആ ചെയ്യുക, ട്രൈ ചെയ്യുക. അത് ഒരു സ്റ്റെപ്പ് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ട്രൈ ചെയ്യുക. ബിസ്വബർ എന്ന് പറഞ്ഞതിന്റെ ആ ഒരു വസ്തഈനു ബിസ്സബ്രി വസ്സലാലെ സബറിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ മുമ്പ് ആ ആയത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പം എന്താണോ, ഏത് സിറ്റുവേഷൻ ആണോ അവിടെ സബറോടുകൂടി വീണ്ടും 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 ട്രൈ ചെയ്യുക. അതേപോലെ വീണ്ടും 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 അള്ളാഹ് തന്നെ സൊല്യൂഷൻ തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഇരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൈവിടൂല. ഇനി 60-ാമത്തെ ആയത്ത്, അൽ ഹഖ് മിർ റബ്ബിക ഫലാ തകും മിനൽ മുംതരീൻ. സത്യം നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു, ആകയാൽ നീ സംശയാലുക്കളിൽ പെട്ടുപോകരുത്. പലപ്പോഴും സത്യം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഓക്കെ, അത് ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും സ്ഥിരപ്പെട്ട തെളിവുകളോട് കൂടി എത്തിക്കഴിഞ്ഞാലും ഈവൻ നമ്മളുടെ ബുദ്ധിക്ക് ഓക്കെ, നമുക്ക് ക്ലാരിറ്റി ഒക്കെ കിട്ടി, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ക്ലാരിറ്റി കിട്ടുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു ആശ്വാസവും സമാധാനവും ഒക്കെയാണ് അല്ലെ. പല പ്രശ്നങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും തെളിവോടുകൂടി ക്ലാരിറ്റി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്റലക്റ്റിനൊക്കെ ഓക്കെ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാലും നമ്മൾ പലപ്പോഴും സംശയങ്ങളിൽ പെട്ടുപോകാറുണ്ട്. പല റീസൺസ് ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ സംശയങ്ങൾ പെട്ടാൽ. ചിലപ്പോൾ നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾ അതിനെതിരെ പോകുന്നതോ, അതായത് മെജോറിറ്റി ആളുകൾ അതല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ അതിനെതിരെയുള്ള പ്രചരണം, ലൈക്ക് ഇതല്ല മറ്റതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ടാവാം. അപ്പൊ നമുക്ക് സംശയം, ഇതല്ലേ ശരി, ഇനി അതാണോ ശരി അല്ലെ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും അങ്ങനെ പെട്ടുപോകാറുണ്ട്. ഇവിടെ പറയുന്ന അൽ ഹഖ് മിർ റബ്ബിക് അല്ലെ, നിന്റെ റബ്ബിൽ നിന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മളിലേക്ക് തെളിവോടുകൂടി സുന്നത്തിൽ നിന്നും ഖുർആനിൽ നിന്നുള്ള തെളിവോടുകൂടി, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഫത്വയോട് കൂടി ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ ഫലാ തകും മിനൽ മുംതരീൻ, നമ്മൾ സംശയാലുക്കളിൽ പെട്ടുപോകേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഹഖ് റബ്ബിൽ നിന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവുള്ളതിനെ വെച്ച്, അതായത് നമ്മളിലേക്ക് എത്തിയ ഇൽമ വെച്ചിട്ടാണ് അള്ളാഹ് നമ്മളെ ചോദ്യം ചെയ്യുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞോ, ഓക്കെ, അത് ഓക്കെ ഇന്നതാണെന്ന് നമുക്ക് തെളിഞ്ഞു, ആക്സെപ്റ്റ് ചെയ്യുക, പിന്തുടരുക.
കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമെങ്കിൽ നമുക്ക് അന്വേഷിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്ത് ക്ലാരിറ്റി ആണോ നമുക്ക് കിട്ടിയത് അറ്റ് ദിസ് മൊമെന്റ്, ഓരോ കാര്യത്തിലും നമുക്ക് എന്താണോ അറിയുന്നത് അതിനെ പിന്തുടരാം. ഓക്കെ, അതിന് എന്തൊക്കെ തെളിവുകളുണ്ടോ അത് കിട്ടി മനസ്സിലായി കഴിഞ്ഞാൽ പിന്തുടർന്ന് ഇഖ്ലാസോട് കൂടി നമ്മൾ അതിനെ ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മളിലേക്ക് എത്തിയ അറിവ് നമ്മൾ ഇഖ്ലാസോട് കൂടി ഫോളോ ചെയ്യുമ്പോൾ, അത് ഹൃദയത്തിൽ വേറെ ദുരുദ്ദേശമൊന്നും ഇല്ലാണ്ട് മറ്റു നിയത്തുകളൊന്നും ഇല്ലാതെ നമ്മൾ അതിനെ പിന്തുടരുമ്പം അള്ളാഹ്ക്ക് നമ്മൾ അറിയാം. ആൻഡ് അള്ളാഹിന്റെ പ്രോമിസാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ ഉത്തരവാദിത്തമാണ് നമ്മളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതും, അല്ലെങ്കിൽ അക്കാര്യത്തിൽ നമുക്ക് കൂടുതൽ അറിവ് എത്തിക്കുക എന്നുള്ളതും. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഒരു പക്ഷേ എന്താ പറയാ അനുഭവമുള്ള കാര്യമായിരിക്കും ഇതല്ലേ. നമ്മളിലേക്ക് എത്തിയ അറിവ്, അതിനനുസരിച്ച് നമ്മൾ ചിലപ്പം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അതിനകത്തൊരു തിരുത്തൽ വേണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിവിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും ഇതുപോലെ ആയത്തിലൂടെയോ വിശദീകരണത്തിലൂടെയോ ക്ലാസ്സിലൂടെയോ ഒക്കെ അതിന്റെ കറക്റ്റ് വ്യൂ നമുക്ക് മനസ്സിലാവുന്നു, നമ്മൾ തിരുത്തുന്നു അല്ലെ. അപ്പം അത് അള്ളാന്റെ പ്രോമിസ് ആണ്, അള്ളാന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അള്ളാഹ് ചെയ്യും. അല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് സംശയത്തില് അവരങ്ങനെ ചെയ്യുന്നു ഇവരിങ്ങനെ പറയുന്നു ഞാൻ എന്താക്കും, ആവശ്യമില്ല. നമുക്ക് അതിനെ തെളിവ് അനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലായോ അതിനെ സ്വീകരിക്കുക, റബ്ബിൽ തവക്കുൽ ചെയ്യുക, മുന്നോട്ട് പോവുക. കറക്റ്റ് ആക്കേണ്ട സമയത്ത് റബ്ബ് നമുക്ക് കറക്റ്റ് ആക്കി തന്നോളും ഇൻഷാ അല്ലാഹ്. ഇനി 61. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندعو أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين. അപ്പം നമുക്ക് അറിവ് വന്നെത്തിയതിനു ശേഷം ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന, അതായത് അവർക്ക് അറിവ് വന്നിട്ടും അവര് ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ തർക്കിക്കുകയാണെങ്കിൽ അവരോട് പറയാ, നിങ്ങൾ വാ, നിങ്ങളെ മക്കളെയും കൂട്ടിക്കോ, അല്ലെ നിങ്ങളെ സ്ത്രീകളെയും കൂട്ടിക്കോ, നമുക്ക് എന്നിട്ട് ഒന്നിച്ചു കൂടിയിട്ട് നമുക്കൊരു ശാപത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. ആരാണോ കളവ് പറയുന്നത് അവർക്ക് അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാമെന്നാണ് പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരോട് ആർഗ്യൂ ചെയ്തും ഒക്കെ വാദപ്രതിവാദം നടത്തി അവരോട് സത്യം പറഞ്ഞു, പലതവണ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഓക്കെ, അതായത് വാദപ്രതിവാദം തന്നെ ആയിക്കൊള്ളുന്നില്ല, നമ്മൾ റീസണിങ്ങോട് കൂടി നല്ല ഹിക്മത്തോടു കൂടി അവരടുത്ത് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അവര് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എത്ര പറഞ്ഞിട്ടും അവര് സ്വീകരിക്കുന്നില്ല എന്ന് വരുമ്പം ഒരു പോയിന്റിൽ നമുക്കൊന്നും ചെയ്യാനില്ലാതെ വരും അല്ലെ. പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഒരു പോയിന്റ് എത്തും നമുക്കിനി വേറൊന്നും ചെയ്യാൻ, ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥ അല്ലെ. നമ്മളെ കയ്യിൽ നിന്ന് വിടേണ്ട ഒരു സാഹചര്യം. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെ നമുക്ക് അള്ളാഹുല് വിട്ടുകൊടുക്കലേ രക്ഷയുള്ളൂ. അപ്പം അതിലേക്കുള്ള ഒരു ഗൈഡൻസ് ആണ് ഈ ഒരു ആയത്തിലുള്ളത്. അപ്പം എപ്പോഴും കലാകാലവും നമ്മൾ തർക്കിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഒരു പോയിന്റ് എത്തുമ്പോൾ അത് അള്ളാഹുലേക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ട സാഹചര്യം വരും അല്ലെ. വേറൊരു കാര്യം കൂടി ഇതിൽ ചിന്തിക്കാനുള്ളത്, പലപ്പോഴും സത്യം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര പ്രയാസ. ഓക്കെ, കാരണം അവര് അതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന, അവരതുവരെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അവര് ഉപേക്ഷിക്കേണ്ടി വരും. അതിൽ നിന്ന് അവർ മാറി നിൽക്കേണ്ടി വരും, തിരുത്തേണ്ടി വരും ആ സത്യം സ്വീകരിക്കണമെങ്കിൽ. അത് കുറച്ച് പ്രയാസമാണ് അല്ലെ. സാധാരണ മനുഷ്യന്മാർക്ക് അവര് ജീവിച്ചുകൊണ്ടിരുന്ന, അവർ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താന്ന് വെച്ചാല് സുബ്ഹാനല്ലാഹ്. ചില സമയത്ത് യെസ്, ഞാൻ ഇത്രയും കാലം തെറ്റായിരുന്നു, ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് ചിലപ്പം സമ്മതിക്കേണ്ടി വരും. അത് അത്ര എളുപ്പമല്ല മനുഷ്യന്മാർക്ക് അത് ചെയ്യാൻ അല്ലെ. ഞാനൊരു തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ചെയ്തത് തെറ്റായിരുന്നു, ഞാൻ മനസ്സിലാക്കിയത് തെറ്റായിരുന്നു എന്നൊക്കെ പറയാൻ ഭയങ്കര പ്രയാസ അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഒരു ബുക്ക് മുഴുവൻ കംപ്ലീറ്റ് ബൈ ഹാർട്ട് പഠിക്കാം, അല്ലെങ്കിൽ 1000 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ചെയ്തത് ഒരു തെറ്റാണെന്ന് പറയാൻ ഭയങ്കര പ്രയാസ പൊതുവെ മനുഷ്യന്മാർക്ക് അല്ലെ. അപ്പം ഇതിനകത്ത് നമുക്കൊരു ലെസൺ ഉണ്ട്. ഒരു സത്യം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാലല്ലേ അതിനെന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്യണം. അതിന് ചിലപ്പോൾ നമ്മളുടെ കിബറിനെ എടുത്ത് കളയേണ്ടി വരും അല്ലെ. അല്ലെങ്കിൽ ഞാൻ താൻ പോരും, അല്ലെങ്കിൽ എൻ്റെ ഒരു ഹൈനസ്, നമുക്ക് തന്നെ ഒരു വലിയൊരു ലെവൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സെൽഫ് റൈച്ചസ്നെസ് അല്ലെ. ഞാൻ ശരിയാണ്, ഞാൻ മാത്രമാണ് ശരിയാണ്, അങ്ങനത്തെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ഈ അനഖൈറു മിൻഹു നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാവും. അതിനെ അങ്ങോട്ട് പറിച്ച് കളയണം. ഓക്കെ, എന്നാലേ നമുക്ക് പലപ്പോഴും സത്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുള്ളൂ, തിരുത്തലുകൾ അംഗീകരിക്കാൻ പറ്റുള്ളൂ. കാരണം എൻഡ് ഓഫ് ദി ഡേ അത് നമ്മളുടെ തന്നെ നന്മയ്ക്കാണ്. അൽഹംദുലില്ലാഹ്,
ഒരുപക്ഷെ ഇവിടെയുള്ള എല്ലാവരും ആ ഒരു വഴിയിലുള്ള ആളുകളായിരിക്കും. കാരണം തിരുത്താനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ കേൾക്കാൻ വേണ്ടി വളരെ കൗതുകത്തോടു കൂടി ഇരിക്കുന്നത്, അല്ലെ, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എവിടെ എന്നെ തിരുത്താമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആ ഒരു സോഫ്റ്റ്നെസ് ഹൃദയത്തിന് നമുക്ക് എപ്പോഴും നൽകട്ടെ. അതേപോലെ അത് എല്ലാ ലെവലിലും നൽകട്ടെ. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മളെടുക്കും, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ എന്നെ കൊണ്ട് അത് മാറാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അല്ലെ. അതുകൊണ്ട് എല്ലാ ലെവലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ഇവിടെ നജ്റാനിലെ ക്രിസ്ത്യാനികളും അവർക്ക് എന്തായിരുന്നു പ്രയാസം? അവരടുത്ത് ഈസ അലൈഹി ഇസ്ലാം റബ്ബല്ല എന്ന് പറഞ്ഞപ്പോ, അല്ലെ, ഒരു മനുഷ്യനാണ്, പ്രവാചകനാണെന്ന് പറഞ്ഞപ്പം അവരത്രയും നാള് ചെയ്തുകൊണ്ടിരുന്ന, അവരൊന്നും രണ്ടും ആൾക്കാരല്ല, അല്ലെ, ഒരു വലിയ കൗമ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന, അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തെറ്റാണെന്ന് പറയാം. ഞങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ ഭയങ്കര പ്രയാസമാണ്. അത് ഒരാളതാണെങ്കിൽ പിന്നെയും കുറച്ച് എളുപ്പമുണ്ടല്ലോ, ഒരു സമൂഹത്തിൻ്റെത് തെറ്റാന്ന് പറയാൻ ഭയങ്കര പ്രയാസമാണ്. അതും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമില്ല, വളരെ വലിയൊരു കാര്യമാണ്, അല്ലെ. അവരുടെ ദീനിന്റെ അടിത്തറ തന്നെ ഇളകി പോന്നു. അങ്ങനെ ഒരു ദീനേ ഒരു പക്ഷെ പിന്നീട് ദുനിയാവിൽ ഉണ്ടാവില്ല എന്ന് വരുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ. പിന്നെ അവരുണ്ടാക്കിക്കൊണ്ടുവന്ന ആ ഒരു ക്രിസ്ത്യാനിറ്റി എന്നേക്കും തുടച്ചു നീക്കപ്പെടുന്ന ഒരു കാര്യമാണ് ആ പറയുന്നത്. കാരണം ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യേശു ദൈവമാണ്, യേശു നമ്മളൊക്കെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മരിച്ചു, അതുകൊണ്ട് അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സേഫാണ്, സ്വർഗത്തിലാണ്, അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാന്ന് പെട്ടെന്ന് പറയുമ്പം അങ്ങനെ ഒരു മതമേ ഇല്ലാണ്ടാവുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് അവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ, അല്ലെ. പക്ഷെ നമ്മളും പലപ്പോഴും ജീവിതത്തില് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഇങ്ങനെ നമ്മൾ ആ ഒരു മാറാൻ വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്, അല്ലെ. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അവിടെ പോയത് തെറ്റായിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അപ്പൊ നമ്മൾ പരമാവധി ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കില്ലേ. അത് ഓര് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ, അത് ഇവരിങ്ങനെ ആക്കിയത് കൊണ്ടാ, അല്ലെങ്കിൽ ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാ നമുക്ക് തെറ്റുപറ്റി നമുക്ക് പറയാൻ ഭയങ്കര ഒരു പ്രയാസമാണ്, അല്ലെ. എന്തുകൊണ്ടാ? നമ്മുടെ ഈഗോ വരുന്നത് കൊണ്ട്. എത്ര തന്നെ നമുക്ക് ഈഗോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു വിത്തുണ്ട്. ആരിട്ടത്? ശൈത്താൻ, ഇബ്ലീസ് ഇട്ടതെന്ന്, അല്ലെ. അന ഖൈറു മിൻഹു, അത് അവിടുന്ന് തലപൊക്കും. അപ്പം മിസ്റ്റേക്സ് സമ്മതിക്കാൻ തയ്യാറില്ലാത്ത ആ ആളുകൾക്ക് സത്യത്തിനെ സ്വീകരിക്കാനും പ്രയാസമായിരിക്കും. എത്രത്തോളം നമ്മൾ മിസ്റ്റേക്സ്, അതായത് എനിക്ക് തെറ്റ് പറ്റിയതാണ് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ, അത്രത്തോളമാണ് നമ്മളിലേക്ക് സത്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇത് സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ദോഷം, അല്ലെ. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ അങ്ങനത്തെ കുറച്ച് ഇളകാത്ത ഭാഗങ്ങൾ ഇനിയും ഹൃദയത്തിൽ ഉണ്ടാവും, സോഫ്റ്റ് അല്ലാത്ത, സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത, മാറാൻ തയ്യാറില്ലാത്ത ഭാഗങ്ങൾ. അതൊക്കെ നമ്മൾ സോഫ്റ്റ് ആക്കിയാൽ മതിയാവും, മാറാൻ തയ്യാറായാൽ മതിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകട്ടെ എല്ലാവർക്കും, ആമീൻ. കാരണം നമ്മൾ എല്ലാവരും അവിടെ അക്കൗണ്ടബിൾ ആണ് അള്ളാഹിന്റെ മുമ്പിൽ, അല്ലെ. ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് അള്ളാഹ് ചോദ്യം ചെയ്യും. അതും ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മളുടെ സൃഷ്ടാവ്, അസ്സമിയ, അൽ ബസീർ, അൽ ഖബീർ, അല്ലെ. നമ്മളെല്ലാം കാണുന്ന, നമ്മളെല്ലാം കേൾക്കുന്ന, നമ്മളുടെ ഉള്ളിലുള്ള വളരെ സറ്റിലായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള മൂവ്മെന്റ്സും നീയത്തുകളുടെ മാറ്റങ്ങളും അറിയുന്ന റബ്ബ് ചോദ്യം ചെയ്യും. അതില് നമ്മളുടെ ഓരോ തീരുമാനങ്ങളും, നമ്മളെ ഓരോ ചെയ്തികൾക്കും നമ്മൾ അവിടെ ആൻസറബിൾ ആണ്. അള്ളാഹ്ക്ക് ഉത്തരം കൊടുക്കണം. അവിടുന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല, അല്ലെ. ഇവിടെ ഇപ്പം നമ്മളെ ലിമിറ്റഡ് വേർഷൻസ് ആയ മനുഷ്യന്മാരുടെ ഇടയിൽ അവർക്കെല്ലാം കാണാൻ പറ്റൂല, മറ്റു മനുഷ്യന്മാർക്ക്, അല്ലെ, എല്ലാം കേൾക്കാൻ പറ്റൂല. നമ്മളുടെ ഉള്ളിലുള്ള നീയത്തിന്റെ മാറ്റങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പല ഉഡായിപ്പുകളും പല അതിബുദ്ധികളും, അല്ലെ, പല കവറിങ് അപ്സും നമുക്ക് നടത്താൻ പറ്റും. പലതും നമ്മൾ ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് ആളുകളടുത്ത് സംസാരിക്കാറുണ്ട്, അല്ലെ. പലതും നമ്മൾ ചെയ്തിട്ട് നമ്മളെ അല്ല അത് ചെയ്തത്, അല്ലെങ്കിൽ മറ്റുള്ളവരാണ് അതാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നമുക്ക് എവിടെ പറ്റുന്ന വെച്ചാൽ ലിമിറ്റഡ് വേർഷൻ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ അടുത്ത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ചെല്ലുമ്പം അവൻ അസ്സമിയാണ്, അൽ ബസീറാണ്, അൽ ഖബീറാണ്, അൽ അലീമാണ്, അൽ ഹക്കീമാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം സത്യം എത്രയും പെട്ടെന്ന് നമ്മളെ തെറ്റുകൾ തിരുത്താനും സത്യം സ്വീകരിക്കാനും തയ്യാറായോ, എത്രയും അധികം തയ്യാറാണോ അത്രയും നമുക്ക് നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പാക്കട്ടെ, ആമീൻ. കാരണം ഇത് ഭയങ്കര വലിയൊരു കാര്യമാണ് ശരിക്കും. ഓരോ സത്യങ്ങളും സ്വീകരിക്കുക, ഓരോ തെറ്റുകളും തിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. നമ്മള് ഈ റിവേർട്സിന്റെ കഥകൾ കേൾക്കാറുണ്ട്, അല്ലെ. അതായത് ഇസ്ലാമിലേക്ക് വന്നവരുടെ കഥകൾ പലതും കേൾക്കാൻ നമുക്ക് മാഷാ അല്ലാഹ്, ശരിക്കും, അല്ലെ, അവര് സ്വീകരിച്ചത് നന്നായി, അവർ ശരിക്കും ദീൻ സ്വീകരിക്കേണ്ടവർ തന്നെയാണ്. കാരണം ദീൻ സ്വീകരിച്ചില്ലെങ്കിൽ നഷ്ടക്കാരാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവർക്ക് അത് എത്ര പ്രയാസമുള്ള കാര്യമെന്നറിയോ.
എത്ര ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യുന്നതെന്നറിയോ? എന്തൊക്കെ പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോവാറല്ലേ? നമ്മളാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഈവൻ ചെറിയ ഒരു ഹാബിറ്റ്, ചെറിയ ഒരു ആചാരം നമ്മൾ കുറെ കാലങ്ങളായിട്ട് പിന്തുടർന്ന് വന്നത് നിർത്താൻ പറ്റാണ്ട് അതിന് കാരണങ്ങളും അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തപ്പി നടക്കുന്ന നമ്മള്, അപ്പുറത്തെ സൈഡിൽ അവരെന്തൊക്കെ വിട്ടിട്ടാണ് ദീനിലേക്ക് വരുന്നത് അല്ലേ? എന്നിട്ട് നമുക്ക് ഇപ്പോഴും നമ്മൾ സുപ്പീരിയർ ആണ്, നമ്മൾ ടോപ്പ് ക്ലാസ് ആണെന്നുള്ള ഒരു അഹങ്കാരവും വിചാരവുമാണ്. ആൻഡ് അവര് നിസ്സാരം അല്ലെ, അവര് ഇൻഫീരിയർ ആണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ആ ദീന് മാറാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള കുടുംബത്തിലുള്ള എല്ലാവരെയും ഒഴിവാക്കി പുതിയൊരു ദീനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എത്ര ധൈര്യം, എത്ര സ്ട്രെങ്ത് വേണമെന്നറിയോ? ആൻഡ് എത്ര സപ്പോർട്ട് ശരിക്കും നമ്മൾ അവർക്ക് കൊടുക്കണം എന്നറിയോ? പക്ഷേ നമ്മളിപ്പോഴും നമ്മളുടെ എന്തോ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് കൊണ്ട് കിട്ടിയ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്തോ വിരലിലെണ്ണാവുന്ന കുറച്ച് കാര്യങ്ങളുടെ പേരിൽ വളരെ ചെറിയ കുട്ടികളെ പോലെ അഹങ്കാരം നടിച്ച് നടക്കുക നമ്മൾ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് അല്ലേ? അപ്പം അങ്ങനെയുള്ള വലിയ വലിയ തീരുമാനങ്ങൾ, അവരുടെ ദീനിനെ ഒഴിവാക്കാൻ, കുടുംബത്തിനെ തന്നെ ചിലപ്പം ഒഴിവാക്കേണ്ടി വരുന്ന വലിയ തീരുമാനങ്ങൾ എടുക്കുന്നവരെ പറ്റി, എടുത്തവരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയാം. എന്താണ് അവര് ഉപേക്ഷിച്ച് വന്നത്, എന്തൊക്കെയാണ് അവർ അള്ളാഹ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയതെന്ന്, എന്തൊരു വലിയ ചലഞ്ചാണ് അവര് ഓവർകം ചെയ്ത് വന്നിട്ടുള്ളത്. അള്ളയാണ് അവർക്ക് പ്രതിഫലം നൽകുന്നത് അല്ലേ? അതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ദീൻ സ്വീകരിക്കുന്നവർക്ക് അത്രയും വലിയ പ്രതിഫലം കൊടുക്കുന്നത് അല്ലെ? അവരെല്ലാ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്തിട്ട് അതിനെ നന്മയാക്കി മാറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഓരോരുത്തർ വരാനുള്ള ഒരു കാരണം നമ്മളായാലും, അങ്ങനെ ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകൾ വരാനുള്ള ഒരു കാരണം നമുക്കാവാൻ പറ്റിയെങ്കിലും, അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇത്രയും വലിയ കാരുണ്യം, ഹിദായത്ത് നമുക്ക് തന്നിട്ടില്ല. എത്ര വലിയ ബ്ലെസ്സിങ്, അതിനേക്കാളും വലിയ ബ്ലെസ്സിങ് ദുനിയാവിലില്ലല്ലോ അല്ലെ? അത് കിട്ടിയിട്ട് ഒരാളെങ്കിലും ഒരാളെ ആ ഹിദായത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം നമുക്കാവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാ അല്ലെ? എന്തൊരു സെൽഫിഷ്നെസ് ആണ് നമ്മളുടെ. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ പ്രതിഫലമായിരിക്കും അത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മൂവ്മെന്റും നമ്മൾ പാകപ്പെടുത്തുകയാണെങ്കിൽ, അതായത് ഒരു അമുസ്ലിമിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു കാരണം, ഒരാളെങ്കിലും, ഒരാളെ പോരാ, നമുക്ക് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. ആഗ്രഹിക്കാലോ, ദുആ ചെയ്യാലോ അല്ലെ? അപ്പൊ നമ്മളുടെ ഓരോ മൂവ്മെന്റും നമ്മൾ അതിനു വേണ്ടിയിട്ട് പാകപ്പെടുത്തുകയാണെങ്കിൽ എന്ത് വലിയ പ്രതിഫലമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്നവനാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഞങ്ങൾ ആ സെഷനിൽ ഒരു സഹോദരിയും അവരുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റിവേർട്ടാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റിയിൽ അവരുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, കാരണം അവർക്ക് എത്ര പ്രയാസമാണ് അങ്ങനെ സത്യം സ്വീകരിക്കാൻ എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് എക്സ്റ്റേണലി മറ്റുള്ളവരെ മുമ്പിൽ, ഓക്കെ, ആ ഒരു സംഭവം, കാരണം നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ ബോൺ മുസ്ലിംസ് ആണ്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത്. നമുക്ക് ഇതിന്റെ പ്രയാസം എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടെന്നുള്ളതിനപ്പുറം നമ്മൾ ഫീൽ ചെയ്യുന്നില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഈ കുട്ടി ഹിന്ദു ആയിരുന്നു. അവളുടെ പേരൻസ് വലിയ ഇഷ്ടമൊന്നുമില്ല, സ്വാഭാവികം അല്ലെ? അപ്പം എന്തൊക്കെയോ അവള് ചെയ്യുന്നത് അറിയാം, ഇസ്ലാമില് എന്തൊക്കെയോ റിച്വൽസ്, ലൈക്ക് നിസ്കാരം, അങ്ങനെ എന്തൊക്കെയോ. അവര് ആദ്യമൊന്നും അതിന് വലിയ കാര്യമാക്കിയിട്ടില്ല. പിന്നെ അവര് ശ്രമിച്ചു, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവള് തുടർന്നു. ഉളു എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവര് ബാത്റൂം ലോക്ക് ചെയ്ത് കളയും. അപ്പൊ അവള് മണ്ണ് കൊണ്ടുവന്ന് അതിൽ ഉളു എടുക്കും. അങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെ ആ കുട്ടി എടുത്തു തുടങ്ങി. അപ്പം ഒരു ദിവസം ഇതുപോലെ കോളേജിലോ എന്തോ ഒരു ഗ്യാതറിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ കുട്ടി ഹിജാബും അബായൊക്കെ ഇട്ടിട്ട് അവിടെ പോയത്. അപ്പൊ പെട്ടെന്ന് ആരെയോ കണ്ടിട്ട് ആ കുട്ടി തൂണിന്റെ പിറകിലേക്ക് മാറി നിന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പം എന്താന്ന് ചോദിച്ചപ്പം അവളുടെ കസിൻ അവിടെയുണ്ട്. ഈ കസിൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇവള് ഇങ്ങനെ മുസ്ലിം ആയത് അറിയൂല. അപ്പം അങ്ങനെയുള്ള നമുക്കിത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. പക്ഷെ അവർ ആ സമയത്ത് കടന്നു പോകുന്ന മെന്റൽ സ്ട്രഗിൾ എന്താണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഭയങ്കര പ്രയാസം. അത്രയും വലിയൊരു തീരുമാനമാണ് അവര് എടുക്കുന്നത്. കാരണം നമ്മൾ ഇതൊന്നും കാണുന്നില്ല. ഒരുപാട് എക്സ്റ്റേണൽ ചലഞ്ചസ് ഉണ്ട്. ഇതുപോലെ ആളുകളുടെ മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്യേണ്ടതായ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിനേക്കാളും ഉപരി ഇന്റേണൽ ചലഞ്ചസ് ഇഷ്ടം പോലെയുണ്ട്. കാരണം മനസ്സിൽ അത്രയും നാള് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങള് പറിച്ചെറിയുക, പുതിയ വിശ്വാസത്തിന് സ്ഥാപിക്കുക, അതിൽ സമാധാനം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പം ആ സമാധാനത്തിന് തേടുക. കാരണം പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെയൊന്നും അത് എത്തിക്കൊള്ളണമെന്നില്ല അല്ലെ? ഓരോ കാര്യങ്ങളിലും ക്ലാരിറ്റി, അതിനുവേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, സ്വന്തത്തിനെതിരെ അല്ലെ, നഫ്സിനെതിരെ അത്രയും വലിയ ജിഹാദ് ചെയ്യുന്നവരാണ് അവര്. ചുറ്റുപാട് നിന്നും ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെ, നമുക്കൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിട്ടും നമുക്ക് പറ്റുന്നില്ല അല്ലെ?
ചുറ്റുപാടുമുള്ളവർക്ക് ആ ഒരു സത്യം സ്വീകരിക്കുന്നത് പോലും ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അവരതിനു വേണ്ടി ശ്രമിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് ദഅവ കൊടുക്കുന്ന ആളുകൾക്ക് അത് ഏത് ലെവലിലുള്ളതാണെങ്കിലും ഓക്കെ, നമ്മൾ എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലൈക്ക് ഘോരം പലതും ഇതാണ് ശരി അതാണ് തെറ്റെന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ മനുഷ്യന്മാരുടെ നാച്ചുറൽ ടെൻഡൻസി എന്ന് പറയുന്നത് അതിനെതിരെ പോവാന്നുള്ളതാണ്. കാരണം അവരത്രയും നാള് ചെയ്ത പല കാര്യങ്ങളെയും നിർത്താനാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അത്ര എളുപ്പമൊന്നുമല്ല മനുഷ്യന്മാർക്ക്. അവർക്കത് നിർത്താന്ന് വെച്ചാൽ അവർ നിർത്തുന്ന കാര്യം മാത്രമല്ല, അവരുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ട് അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ചിലതൊക്കെ അവർ നിർത്തണമെങ്കിൽ, ചിലതൊക്കെ പുതിയത് തുടങ്ങണമെങ്കിൽ. ഈവൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാൾക്കോ അല്ലെ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിർത്തേണ്ടി വരും നമ്മൾ പറഞ്ഞതിനെ സ്വീകരിക്കണമെങ്കിൽ. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, ആ ഒരു പ്രയാസത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പം, അതിനു വേണ്ട സമയം നമ്മൾ കൊടുക്കുമ്പോൾ, അതിനു വേണ്ട ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുമ്പോൾ, അതിന് പറ്റുന്ന കൈൻഡ് ആയിട്ടുള്ള എംപത്തറ്റിക് ആയിട്ടുള്ള അവരെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, അവരുടെ ഡിലേനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യെസ് അവരുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും ശരി മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിയിലേക്ക് വരാൻ. പക്ഷെ അത് പെട്ടെന്ന് ഇന്ന് ഒരു ലൈറ്റിനെ സ്വിച്ച് ഇടുന്ന പോലെ അല്ല അത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഫൈറ്റ് ചെയ്യാനുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഏത് ലെവലിലാണെങ്കിലും, അതൊരു അമുസ്ലിമിലേക്കൊന്നും പോണ്ട, ഒരു മുസ്ലിമിലേക്ക് മറ്റൊരു മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ ഒരാൾ, നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും ഓക്കെ, നമ്മളെ മക്കളാണെങ്കിലും നമ്മുടെ ഇണകളാണെങ്കിലും പേരൻസ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അയൽവാസികളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കൊലീഗ്സ്, ആരെടുത്ത് ഏത് ലെവലിലുള്ള ദഅവ ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവരത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനാണ് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത്, അല്ലെ? സിമ്പിളായിട്ട് നമ്മുടെ വീട്ടില് കിച്ചണില് നമ്മൾ സ്ഥിരമായിട്ട് വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് വന്ന ഒരാള്, ഇപ്പൊ ഒരു മരുമോള് വന്നിട്ട് അമ്മായിമ്മന്റെ അടുത്ത് പറയാം, അയ്യേ ഉമ്മ എന്താ ഇത് ഇങ്ങനെ ചെയ്യുന്നത്, ഇത് അങ്ങനെ ചെയ്യുക. സംഭവം അവള് പറഞ്ഞതിൽ വളരെ പ്രാക്ടിക്കാലിറ്റി ഉണ്ടാവും, അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പക്ഷെ ഈ ഉമ്മക്ക് ഇത് പറ്റുമോ, ഞാൻ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന, പിന്നെ ഓളാരാ എന്നെ പഠിപ്പിക്കാന്നല്ലേ? ഇത് ദീനൊന്നും അല്ല, നമ്മള് ദൈനംദിന ജീവിതം എളുപ്പമാക്കുന്ന ഒരു പോയിന്റ്. അങ്ങനെയുള്ള നമുക്ക് സുബ്ഹാനല്ലാഹ് നമ്മള് ദഅവ കൊടുക്കുന്നത് എത്ര വലിയ കാര്യത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തെന്ത് ത്യാഗങ്ങൾ സഹിച്ചാലാണ് നമ്മൾ കൊടുക്കുന്നതിലേക്ക് അവരെത്താൻ പറ്റാന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അവർക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന ഓരോ സത്യങ്ങളും ഓരോ ഹക്കുകളും അതൊരു ചെറിയ മാനറിസം കറക്ഷൻ ആയിക്കോട്ടെ, അതായത് വലിയ പ്രായത്തിൽ മൂത്തവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുന്നത് നിർത്തുന്നത് പോലെ ഒരു ഹറാമിനെ ഫിക്സ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ഓർ അതും അല്ലെങ്കിൽ തൗഹീദിനെ പോലെയുള്ള വലിയൊരു സത്യം സ്വീകരിക്കുന്നതായിക്കോട്ടെ, ഓക്കെ, എന്തുതന്നെയാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പം, നമ്മൾ അതിലേക്ക് അവരെ ക്ഷണിക്കുമ്പം, അവർക്ക് അതിനെ സ്വീകരിക്കാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭാഗത്ത് നിന്ന് കുറേ കാര്യങ്ങൾ വരാനുണ്ട്. ഓക്കെ, ഒന്ന് വളരെ നമ്മളെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഒരു അക്കോമഡേറ്റിംഗ് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവരെടുത്ത്. നമ്മളിങ്ങനെ മുഖം കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ബേജാറാവുന്ന കടുംപിടുത്തത്തിന്റെ മുഖമുള്ള കടുംപിടുത്തത്തിന്റെ ഭാഷയുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരിഹാസത്തിന്റെ പുച്ഛത്തിന്റെ ഭാഷയുള്ളവരാണെങ്കിൽ ഇൻട്രസ്റ്റേ തോന്നില്ല. നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ട് സംസാരിക്കും. അക്കോമഡേറ്റ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് അതുണ്ടല്ലോ, അപ്പം എനിക്ക് മനസ്സിലാവും എന്നുള്ള ആ ഒരു ടോൺ ഉണ്ടല്ലോ, അത് എല്ലാ സ്ഥലത്തും അത് വർക്കാവും. ഓക്കെ, ഏത് മനുഷ്യന്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ആ ഒരു സംഭവം വർക്കാവും, ആ ഒരു ഫ്രണ്ട്ലിനെസ് വർക്കാവും. അപ്പൊ നമ്മളുടെ ആ ഒരു അക്കോമഡേറ്റിംഗ് ടോൺ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു അപ്രോച്ച് നമ്മളെ സൈഡിൽ നിന്നും ആവശ്യമാണ്. ആൻഡ് അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കൈൻഡ് ആയിട്ടുള്ള വാക്കുകൾ, ജസ്റ്റേഴ്സ്, ഈവൻ നോട്ടം പോലും. നമ്മൾ മക്കളെ തന്നെ ഒരു നേരം അവർ നിസ്കരിച്ചില്ല അതികഠിനമായിട്ട് രൂക്ഷമായിട്ട് നോക്കുമ്പോൾ തന്നെ ഓർക്കും, എന്നാ പിന്നെ നിസ്കരിക്കാതെ തന്നെ ബാക്കി കാര്യം, അതവരെ മനസ്സിൽ വരും, അല്ലെ? അതേസമയം നിനക്ക് എക്സാം ആയിരുന്നു അല്ലേ, പഠിച്ചിട്ടില്ലല്ലേ, അതുകൊണ്ടല്ലേ, സാരല്ലേ കേട്ടോ മോനെ കളാക്കാണ്ട് ചെയ്തു എന്ന് പറയുന്നതും നിസ്കരിച്ചില്ല എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? ഞാൻ പറഞ്ഞത് എല്ലാ ലെവലിലുള്ള ദാവയാണ് കേട്ടോ. ഈ കുട്ടികളോട് നിസ്കരിക്കാൻ പറയുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ ലെവലിലുള്ള ദാവയും കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കൈൻഡ് വേർഡ്സ്, ജസ്റ്റേഴ്സ്, നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി, അതൊക്കെയും അത് അണ്ടർസ്റ്റാൻഡിങ് ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ ഇറ്റ് ക്യാൻ മേക്ക് എ ഡിഫറൻസ്. പെട്ടെന്നല്ലെങ്കിലും മെല്ലെ മെല്ലെ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് നമ്മൾ അത് കൊടുക്കുമ്പോൾ കാണിക്കുന്ന ക്ഷമ, അവർക്ക് സമയം കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ക്ഷമ, അതായത് ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു പ്രതികരിക്കും, അപ്പൊ ഒരു എതിർക്കും.
ആരിത് സ്വിച്ചിട്ട പോലെ മാറ്റാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത്? നമ്മൾ മാറിയിട്ടുണ്ടോ? നമ്മൾ വലിയ മുത്തക്കിങ്ങളാന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ അല്ലെ? മുത്തക്കിയാണോ നമ്മള്? സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെ ഈ കുടുംബത്തിലുള്ളവരുടെ അടുത്ത് നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റുക? അപ്പൊ ആ സമയം കൊടുത്തുകൊണ്ട് കാണിക്കുന്ന ക്ഷമ അത് ആവശ്യമാണ്. ഹിക്മത്ത് അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള, എങ്ങനെ അവർക്ക് സ്വീകാര്യമായ രീതിയിൽ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ആ ഒരു ഹിക്മ, ആ അത് എവിടെന്നാ കിട്ടുക? ഞാൻ എപ്പോഴും പറയാറുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ തരണം അല്ലേ? അത് അള്ളാഹായിട്ട് നമ്മളുടെ കണക്ഷനിൽ നിന്നുണ്ടാവുന്നതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അള്ളാഹുമായിട്ട് നമ്മൾ എത്രത്തോളം സംസാരിക്കുന്നോ, അള്ളാഹിന്റെ കോൺവെർസേഷൻ നമ്മൾ എത്രത്തോളം കേൾക്കുന്നോ, അതിൽ നിന്ന് വരുന്നതാണ് ഹിക്മ. അപ്പം എത്രത്തോളം അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഹിക്മത്തോടു കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുവോ, അത്രത്തോളം അവർക്ക് അതിനോടുള്ള ഇഷ്ടം കൂടും. ആൻഡ് അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കണം, അവരുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം അല്ലേ? അവരുമായിട്ട് ഇടപഴകണം. അപ്പോഴേ പറ്റുള്ളൂ. ആരാണെങ്കിലും, നമ്മളെ വീട്ടിലെ മക്കളാണെങ്കിലും, ഇപ്പൊ നമ്മള് ബൈത്തുൽ സക്കീനയില് ഫാമിലി ഇന്ററാക്ഷൻസ് ഒക്കെ പറയുന്നതിന് മുമ്പ് വരെയുള്ള നമ്മുടെ പലരുടെയും സ്ഥിതികൾ നമുക്കറിയാം അല്ലെ? നമ്മൾ ഫുൾ ടൈം ഫോണിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ബുക്കിന്റെ മുമ്പിൽ എഴുത്ത്, നിസ്കാരം, ഓത്ത്, കുട്ടികൾ പഠിക്കുന്നു, അവർക്ക് ചോറുണ്ടാക്കി കൊടുക്കുന്നു, അവരെ വിടുന്നു, അവരോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ അവർ തമ്മിൽ വേറെ തന്നെ ഒരു വീട്ടിനകത്ത് വേറെ തന്നെ ലോകങ്ങളിൽ ജീവിക്കുന്നവരായി മാറുമ്പോൾ നമ്മൾ പറയുന്നത് നമുക്കിങ്ങനെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരുടെ വേൾഡ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അവർക്ക് എന്താ മനസ്സിലാവാൻ പറ്റുക, എന്താ അവർക്ക് ആക്സെപ്റ്റബിൾ ആവാൻ പറ്റുക നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ അല്ലെ? അപ്പം ഈ ഹിക്മത്ത് അവരുടെ കോണ്ടെക്സ്റ്റിൽ പ്രയോഗിക്കണം. ഹിക്മത്ത് അള്ളാഹുൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം. അത് അവരുടെ കോണ്ടെക്സ്റ്റിൽ അതിനെ പ്രയോഗിക്കണമെങ്കിൽ അവരെ നമ്മൾ അറിയണം. സുബ്ഹാനല്ലാഹ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എത്രത്തോളം ഈസി ആയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഖുർആനെയും സുന്നത്തിനെയും നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് അവർ കാണണം. മനസ്സിലായില്ലേ? പറഞ്ഞ മാത്രം പോരാ. ഈ ഹിക്മത്തും എക്സ്പ്ലനേഷനും ഒക്കെ അതിന്റെ ഒരു ഭാഗമാണെങ്കിലും അതിന്റെ ഒരു പ്രാക്ടിക്കൽ മോഡൽ നമ്മളിൽ ഉണ്ടായിരിക്കണം. എത്ര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ അള്ളാഹിന്റെ കൽപ്പനകൾ ഖുർആന്റെയും സുന്നത്തിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു, അതും ഏത് സാഹചര്യത്തിലും. കാരണം സിറ്റുവേഷൻസ് മാറി മറിഞ്ഞു വരാം അല്ലെ? ചിലത് ഭയങ്കര ടഫായിരിക്കും, അവിടെയും നമ്മൾ അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്നാലും അത്രയും അനുസരിച്ചുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ കുറച്ചും കൂടെ നമ്മൾ ദീനിലേക്ക് വലിച്ചടുപ്പിക്കും. നമ്മളിലേക്ക് അടുക്കണ്ട, ദീനിലേക്കാണ് അടുക്കേണ്ടത് അല്ലെ? പക്ഷെ നമ്മളിലൂടെ ദീനിലേക്ക് അടുക്കും. ഇങ്ങനെ നമുക്ക് നമുക്ക് അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുന്ന ഈസ് ഒക്കെ നമ്മളിൽ വരണമെങ്കിൽ നമ്മളുടെ ഈമാൻ നല്ല സ്ട്രോങ് ആയിരിക്കണം, ആൻഡ് നമ്മൾ സ്റ്റെഡ് ഫാസ്റ്റ് ആയിരിക്കണം. എങ്ങനെ? സ്റ്റെഡ് ഫാസ്റ്റ്നെസിന്റെ വാക്കെന്തായിരുന്നു? ഒക്കെ നമ്മൾ റെഗുലർ ആയിട്ട്, അതായത് ഒരേ കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നവരിൽ കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അത് നമ്മൾ ഈമാൻ സ്ട്രോങ് ആവുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇസ്തിഖാമത്തുള്ള ആൾക്കാരായിരിക്കണം. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കാൻ അങ്ങേയറ്റം സ്ട്രഗിൾ ചെയ്തുകൊണ്ട് അല്ലെ, അങ്ങേയറ്റം പ്രയാസത്തോടു കൂടി ഇഷ്ടമില്ലാതെ അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവൂല. എല്ലാത്തിനും ഉപരി ഇതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ട് അല്ലെ? ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ വരും. അള്ളാഹിന്റെ കൽപ്പനകൾ ഏത് അവസ്ഥയിലും നമ്മൾ അനുസരിക്കുമ്പോൾ അതിന്റെയൊക്കെ റിസൾട്ടാണ് നമ്മൾ പറഞ്ഞ ക്ഷമയും അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലെ, കൈൻഡ്നെസ്സും ഒക്കെ. അതിനേക്കാളൊക്കെ ഉപരി നമ്മളുടെ നമ്മളുടെ തൃപ്തി, നമ്മുടെ ജീവിതത്തിൽ തൃപ്തരായിരിക്കുക, നമ്മൾ സമാധാനമുള്ളവരായിരിക്കുക, ഏത് ടഫ് സിറ്റുവേഷനിലും കാമായിട്ട് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുക, അള്ളാഹുല് നമ്മളുടെ തവക്കല് ഉണ്ടാവുക. ഇതൊക്കെ കാണിക്കുന്നതിലൂടെ ഇതിലൂടെയൊക്കെ നമ്മളുടെ വിജയം അവർ കാണാം. ഇത്രയും നമ്മളുടെ ഒരു പാക്കേജിൽ ഉണ്ടെങ്കിലേ നമുക്ക് ഈസി ആയിട്ട് ദാവ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ? അല്ലാതെ എന്തായാലും ദാവ പ്രയാസം തന്നെയാണ്. പക്ഷെ ഒരു സ്റ്റേജ് ഉണ്ട്, അതിന് എളുപ്പമുള്ള ഒരു സ്റ്റേജ്. അതിനെ നമ്മൾ ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. ആൻഡ് ഇതൊക്കെയും ആദ്യം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് നടക്കുന്നതാണെങ്കിലും ഈ അവസാനം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞതുണ്ടല്ലോ, വർഷങ്ങൾ എടുക്കുന്നതാണ്. വർഷങ്ങളായിട്ട് അവർ വാച്ച് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികൾ
നമ്മളുടെ കുടുംബം നമ്മളെ വാച്ച് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് പറഞ്ഞ റിള, തൃപ്തരായിരിക്കുക, ജീവിതത്തിൽ സമാധാനമുള്ളവരായിരിക്കുക, ടഫ് സിറ്റുവേഷൻസിൽ കാംനെസ് കാണിക്കുക, റബ്ബിൽ തവക്കുൽ ചെയ്യുന്നതിന്റെ ഭംഗി, വിജയം, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മളിലൂടെ അവരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെ സ്വാഭാവികമായിട്ടും ഒഴുകിയെത്തും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. ദായികളാണോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പം ഈ ക്വാളിറ്റീസ് ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ വലിയൊരു ദാവയുടെ ഇന്റൻഷനോട് കൂടി, നിയത്തോടു കൂടി അള്ളാഹുവിന്റെ ഒരു കൽപ്പനയും അനുസരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിലേ ചെയ്യണ്ട. ഡിലേ ചെയ്യുന്തോറും അത് പ്രയാസമായിട്ട് മാറും. ബനു ഇസ്രായേലിന്റെ അടുത്ത് പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ അല്ലെ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവര് ഡിലേ ചെയ്തത്തോളം അവർക്കത് കൂടുതൽ പ്രയാസമായിട്ട് മാറി അല്ലെ. അപ്പൊ അള്ളാന്റെ കൽപ്പനകൾ എത്രയും പെട്ടെന്ന് നമ്മൾ അനുസരിക്കാൻ ശ്രമിക്കുന്നോ അത്രയും അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഈസി ആവും, ഇസ്തിഖാമത്ത് കാണിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. സൈഡ് ബൈ സൈഡ് നമ്മളിപ്പോൾ ചെയ്യുന്നതാവ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് നമ്മൾ കുറേ ലെസൺസ് നമ്മൾ എടുക്കും. ഓക്കെ, ആ ലെസൺസ് ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ബെറ്റർ ആക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മള് ദാവയുടെ ചില ലെസൺസ് ഒക്കെ പഠിച്ചു. ഇനി 62ാമത്തെ ആയത്തിലേക്ക് പോവാം. ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ് വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് വഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം. ഇവിടെ ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ് വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് അങ്ങനെ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അവിടെ ആരും അറിയാത്ത രീതിയിൽ സറ്റിലായിട്ട് ആ സത്യത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ ഉണ്ട് അല്ലെ. ഇതാണ് സത്യം, ഇത് ശരിയാണ്, ഹക്കാണ് അല്ലെ. മാത്രമല്ല അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹം വേറെ ആരും ഇല്ല എന്നുള്ള ആ ഒരു സത്യം അവിടെ നിങ്ങൾ അത് എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വേറൊരു സത്യം അതിനപ്പുറത്തുണ്ട്. വഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം. അസീസ് എന്താണ്? അവന്റെ രാജ്യത്തിൽ അല്ലെ അവൻ ഏറ്റവും പ്രതാപശാലിയാണ്. അവന് അത്രയും പവർ ഉണ്ട്, അവൻ എന്തും നടത്താൻ പറ്റും, ഏത് പ്ലാനും അവന് നടത്താൻ പറ്റും അല്ലെ. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ സത്യമാണ്, അവൻ മാത്രമേ ഇലാഹുള്ളൂ. നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്താണ്? അൽ അസീസ് ആണ്, അവനെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഇനി അതെങ്ങനെയാ എന്തും ചെയ്യുക അല്ലെ? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സത്യം സ്വീകരിക്കാത്തവർക്ക് ശിക്ഷ കിട്ടും എന്നുള്ള ഒരു കാര്യം എടുത്തു നോക്കാം. അപ്പം കുഫ്ർ കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സത്യം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. അപ്പൊ അതെങ്ങനെ എന്തും ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറില്ലാത്തവർക്ക് അടുത്ത ഒരു സത്യം, അവൻ അൽ ഹക്കീമാണ്. അവനെല്ലാം ഹിക്മത്തോടു കൂടിയേ ചെയ്യുള്ളൂ, വെറുതെ എന്തെങ്കിലും ഒന്നും ചെയ്യൂല അല്ലെ. ആവശ്യത്തിനുള്ള അറിവും അല്ലെ, എല്ലാത്തിനും ഉപരിയുള്ള അറിവും എല്ലാത്തിനും ഉപരിയുള്ള ഹിക്മത്തും അവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നഷ്ടക്കാരായിക്കോളൂ. സുബ്ഹാനല്ലാഹ്. തുടർന്ന് 63 ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ അലീമുൻ ബിൽ മുഫ്സിദീൻ. അതിന്റെ കണ്ടിന്യൂഷൻ അല്ലെ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും നിങ്ങൾ അറിയാത്ത രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ മെല്ലെ സത്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ വളരെ പെർസിസ്റ്റന്റ് ആയിട്ട് ഓഫ് ട്രാക്ക് ആവാൻ വേണ്ടി, അതായത് വഴിതേടെ തെരഞ്ഞെടുക്കുള്ളൂ, സ്വീകരിക്കൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളാം, അള്ളാഹ്ക്കെല്ലാം അറിയാം. ഓക്കെ, ആരാണ് ഫസാദ് ചെയ്യുന്നത്? കാരണം ഏറ്റവും വലിയ ഫസാദാണ് കുഫ്ർ അല്ലെ, വിശ്വസിക്കാതിരിക്കുക, നിഷേധം കാണിക്കുക എന്നുള്ളത്. അപ്പൊ ആരാണ് ഫസാദ് കാണിക്കുന്നത്? റബ്ബിനറിയാം. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഓരോരുത്തർക്കും അല്ലെ നമ്മൾ കാണിക്കുന്ന ശരികളും തെറ്റുകളും നമുക്കറിയാം, എന്ത് തരത്തിലുള്ള തിന്മകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊന്നും കൂടെ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത്രയും കൂടെ സമയം തന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം ഞാൻ ചെയ്യുന്നതൊക്കെ ഓക്കെ ആണെന്നൊന്നും അല്ല അല്ലെ. കാരണം നമുക്ക് തെളിവുകളോടുകൂടി നമുക്ക് അറിയാവുന്ന തിന്മകളാണ് പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, എന്നിട്ടും അള്ളാഹു നമ്മളെ വിട്ടയക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഒരിക്കലും അത് നമ്മൾ ചെയ്യുന്നത് ശരിയാന്നല്ല. അള്ളാഹ്ക്കറിയാം, അള്ളാഹ് നമുക്ക് സമയം തരാണ് അല്ലെ, റിപ്പന്റ് ചെയ്ത് തൗബ ചെയ്ത് വഴി നന്നാക്കിക്കോട്ടെ. അത് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ഞാനാണ് നഷ്ടക്കാരി അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിലേക്ക് എത്തിയിരിക്കുന്ന ഓരോ മൊമെന്റും ഓരോ അവസരങ്ങളും അവനിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക, നമ്മളെ വഴികൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക. നമ്മളെ
ഇന്നലത്തെ എന്നേക്കാൾ ബെറ്ററായ ഇന്നത്തെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക. കാരണം അവന് ഏത് നിമിഷവും ഈ സമയം അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളയാം. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള സമയം അവൻ എപ്പോ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് കളയാം. മാത്രമല്ല അവൻ എന്താണ്, ഇന്നല്ലാഹ അലീമും ബിൽ മുഫ്സിദീൻ, നമ്മൾ ചെയ്തതൊക്കെയും അറിഞ്ഞവനാണ്, അറിയുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. തുടർന്ന് 64-ാമത്തെ ആയത്ത്, قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. നബിയെ പറയുക, വേദക്കാരെ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. അതായത് അള്ളാഹുവെ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലരെ അള്ളാഹുവിന് പുറമെ രക്ഷിതാക്കളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന തത്വത്തിലേക്ക്. എന്നിട്ട് അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം പറയുക, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണെന്ന്. എന്നിട്ട് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ആയത്തില് ദാവ ചെയ്യാനുള്ള കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കുകയാണ് അല്ലെ. ആരടുത്ത് ദാവ ചെയ്യാനാ പറയുന്നത്? അഹ്ലുൽ കിതാബികളുടെ അടുത്ത് അല്ലെ. ഗ്രന്ഥത്തിന്റെ ആളുകളെടുത്തും ജൂതന്മാരെടുത്തും നസ്രാനികളെടുത്തും. സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം നമ്മൾ അവരെടുത്ത് ദാവ ചെയ്യേണ്ട കാര്യമില്ല എന്നാണോ? അല്ലല്ലേ, നമ്മളും ചെയ്യണം അവരെടുത്ത് ദാവ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അഹ്ലുൽ കിതാബുകളോട് ദാവ ചെയ്യാൻ, അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്കും കൂടെ എത്തിച്ച കൽപ്പനയാണ്. പക്ഷെ നമ്മളിലേക്ക് എത്തിച്ച കൽപ്പന എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അവരെ പിടിച്ചു നിർത്തിയിട്ടതാ നിങ്ങൾ തൗഹീദ് അങ്ങോട്ട് സ്വീകരിച്ചോ എന്ന് പറയലല്ല അല്ലെ. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് അവരെടുത്ത് നമ്മൾ റിക്വസ്റ്റ് എങ്കിലും ചെയ്യണം. സുബ്ഹാനല്ലാഹ്. കാരണം പലരും മുസ്ലിം ആയിട്ട് ശേഷം, പ്രത്യേകിച്ച് ഈ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ പലരും മുസ്ലിം ആയതിനു ശേഷം പറഞ്ഞ സ്റ്റോറീസിൽ പറയാറുണ്ട്, ഇതിനു മുമ്പ് ഞാൻ അറിയാതിരുന്നത് കൊണ്ടാണ്. ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ആരും എൻ്റെ അടുത്ത് ഒന്ന് റിക്വസ്റ്റ് പോലും ചെയ്തില്ല, ആരും എനിക്ക് ഈ അറിവൊന്നും ഓഫർ ചെയ്തില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എത്തിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളാ കുറ്റക്കാരല്ലേ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അള്ളാഹു കൽപ്പിക്കുകയാണ് അവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു അല്ലെ. അദ്ദേഹം അഹ്ലുൽ കിതാബുകളുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിലേക്ക് അവരെ ക്ഷണിച്ചു, തൗഹീദിലേക്ക്. അത് ഏതറ്റം വരെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തു അല്ലെ. ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റിയാണ്, അതിനകത്ത് ഓരോരുത്തരും ചെയ്യണം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിലെ പല സാമ്രാജ്യങ്ങളിലെയും ചക്രവർത്തിമാർക്ക് വരെ കത്തുകൾ അയച്ചിട്ടുണ്ടായി. റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഹിർഖലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തയച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അതൊക്കെ ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചിലപ്പം ഒരു നിമിഷം മതിയാവും, ചിലപ്പോൾ നമ്മളുടെ ജസ്റ്റ് ഒരു കോൺവെർസേഷൻ മതിയാവും. അത് ആ ഒരു വ്യക്തി അന്ന് തന്നെ മുസ്ലിം ആവാന്നല്ല, അവര് ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചിന്ത ഇട്ട് കൊടുക്കാൻ, അതായിരിക്കും അവർ ചിന്തിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, അവരുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് അതായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഈ ക്ലാസ്സിന്റെ അകത്ത് ഒരു ജർമ്മൻ മനുഷ്യൻ, ഓക്കെ, അയാൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം കുറെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതായിട്ടൊരു സംഭവം പറയുന്നുണ്ടായിരുന്നു. ഇസ്ലാമിനെ കുറിച്ച് ആരും എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞില്ല, എൻ്റെ മാതാപിതാക്കളൊക്കെ മരിച്ചുപോയി, നിങ്ങൾ ഇത് എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവരും മുസ്ലിമായി മരിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്ത് പെയിൻഫുൾ ആയിരിക്കില്ലേ അത്. ഇസ്ലാം അറിയാൻ വൈകിപ്പോയി എന്നുള്ള ഒരു വിഷമം, അവര് വേണ്ടപ്പെട്ടവർ ഇസ്ലാം അറിയാതെ മരിച്ചു പോവാന്നുള്ള വിഷമം. സുബ്ഹാനല്ലാഹ്. നമ്മളെ കയ്യിലുള്ള ഡ്യൂട്ടി അല്ലേ ഇതൊക്കെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കുമുള്ള കൽപ്പനയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കേണ്ട കാര്യമാണ് അല്ലെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, ഹിർഖൽ റോമിലെ ചക്രവർത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലെറ്റർ എഴുതിയപ്പം ഈ ആയത്താണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്ത് അള്ളാഹുവിനെ ഇബാദത്തിലേക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ടുള്ള. ഇനി ഇതിനകത്തു നിന്നുള്ള വേറൊരു ലെസൺ നമുക്ക് എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മറ്റു പല ഗ്രൂപ്പുകളായിട്ടും പല മനുഷ്യന്മാരുമായിട്ടും പല ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും, പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, എന്നാലും അവരെ വിളിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഹക്കിലേക്ക് അവരെ വിളിക്കണം എന്നുള്ളത്.
അവര് ഡിഫറെന്റ് ആയതുകൊണ്ട് അവരെ വലിച്ചെറിയാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. അഹ്ലുൽ കിതാബുകളെ, അഹ്ലുൽ കിതാബിനെ, അഹ്ലുൽ ഖിബ്ലനെ, സുബ്ഹാനല്ലാഹ്, ഇത് ഖിബ്ലനെ സെയിം ഖിബ്ലയുള്ള ആളുകളും ഡിഫറെന്റ് ഖിബ്ലയുള്ള ആളുകളെ നമ്മൾ ഇസ്ലാമിലേക്ക് വിളിക്കണം, അല്ലെ? അതായത് അഹ്ലുൽ കിതാബുകളെ ഹക്കിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? നമ്മളുടെ സ്വന്തം ഖിബ്ലയുള്ള ആളുകളെയും നമ്മൾ വിളിക്കണം, അല്ലെ? അവരെയും നമ്മൾ ശരിയായ രീതികളിലേക്ക് വിളിക്കണ്ടേ? പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? നമ്മളിപ്പം വിചാരിക്കണ്ട, നമ്മളെ മുസ്ലിങ്ങളെ ദഅവ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ടോ? ഞാൻ ഉൾപ്പെടെ, അവർ ആ ഗ്രൂപ്പിന്റെ ആൾക്കാരാണ്, അവർ ഈ ഗ്രൂപ്പിന്റെ ആൾക്കാരാണ്, അവർ ആ പള്ളീന്റെ ആൾക്കാരാണ്, അവര് ആ പണ്ഡിതന്റെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരാണ്, അവര് നമ്മളെ പോലെയല്ല, അവര് വേറെയാണ്. സോ അവരെ വിട്ടേക്ക്, അവരോട് പറയണ്ട, നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. സുബ്ഹാനല്ലാഹ്. കാരണം അവര് നമ്മളിൽ നിന്ന് ഡിഫറെന്റ് ആയതുകൊണ്ട്. അതാണോ നമ്മളെവിടെ പഠിപ്പിക്കുന്നത്? അവരെയും സത്യത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെ നമുക്ക് അവരെ എങ്ങനെയാ സത്യത്തിലേക്ക് വിളിക്കാൻ പറ്റുക? നമ്മൾ അവരോട് സംസാരിക്കുന്ന ആൾക്കാരാകണം, അവരെ അറിയുന്ന ആൾക്കാരാവണം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാവണം. എന്നാൽ നമ്മള് അല്ലേ, ഒരു കല്ലുകൊണ്ടല്ലെങ്കിലും നമ്മളുടെയൊക്കെ ഹൃദയങ്ങൾ തമ്മിൽ മതിലുകൾ പണിത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ? കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ബന്ധം ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ടാണ് അവരെ ഹക്കിലേക്ക് ക്ഷണിക്കുക. നമ്മളത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വലിയൊരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയാം, ഇത് ഈ ഒരു മൊമെന്റിൽ നമുക്ക് അത്ര എളുപ്പമൊന്നും അല്ല. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ, ഈവൻ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ചെയ്യുന്ന ദഅവയൊക്കെ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാതൃകകളൊക്കെ കുറവാണ്. ഇല്ലാന്നല്ല, കേരളത്തിലാണ് ഞാൻ പറയുന്നത്. ഉണ്ട്, മാഷാ അല്ലാഹ്, അങ്ങനെ ചെയ്യുന്ന കുറെ ഗ്രൂപ്പുകളും ഇൻഡിവിജ്വൽസും ഒക്കെ ഉണ്ട്. അല്ലാഹു ബാരിക് ലഹും, അല്ലാഹു അവർക്കെല്ലാം അതിൽ ബർക്കത്ത് കൊടുക്കട്ടെ. പക്ഷെ നമുക്ക് അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന മാതൃകകളൊക്കെ കുറവാണ്. കാരണം നമ്മൾ കാണുന്നവരധികവും ഈ പറഞ്ഞ പോലെ മതിലില്ലാത്ത വേലി, അല്ലെ, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള വേലികൾ ഹൃദയങ്ങളുടെ ഇടയിൽ കെട്ടിവെച്ചിട്ട് നമ്മൾ ദഅവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം റബ്ബിന്റെ അടുത്ത്. നമുക്ക് ഓരോരുത്തർക്കും ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയുള്ള ഹിദായത്ത് നമുക്ക് തന്നല്ലോ, അൽഹംദുലില്ലാഹ്. അതിലേക്കും റബ്ബ് നമ്മളെ എത്തിക്കും. ഇത് ചെയ്യണം എന്ന് നമുക്ക് തിരിച്ചറിവ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നും റബ്ബ് തന്നെ നമ്മളെ പഠിപ്പിക്കും. ഇൻഷാ അല്ലാഹ്. ഞാനും ഉണ്ട് അതിന്റെ പിന്നാലെ, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഇതുപോലെ ഉണ്ടാവുമ്പോൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്യും. ഇൻഷാ അല്ലാഹ്. നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യണം ബിഇദ്നില്ലാ. മറ്റു മുസ്ലിം ഗ്രൂപ്പുകൾക്കും അതുപോലെ ആ മുസ്ലിങ്ങളിലേക്കും നമുക്ക് എത്തിക്കുക തന്നെ വേണം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഓക്കെ, നമ്മളെ മുമ്പിലുള്ള വഴികൾ തുറന്ന്, ചെറിയ ചെറിയ വഴികളിൽ നമ്മൾ സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ വഴികൾ നമ്മളിലേക്ക് തുറന്ന് കാണിച്ചു തരും, ഇഖ്ലാസോട് കൂടി. കാരണം ഇഖ്ലാസ് ഏത് നിമിഷവും മാറി മറിക്കപ്പെടാം. ഇബ്ലീസ് പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. ദുനിയാവിയായിട്ടുള്ള പല നിയത്തുകൾ കടന്നുകൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അപ്പം അതുവരെ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, കുറച്ച് ക്വാളിറ്റീസ് നമ്മളിൽ ബിൽഡ് ചെയ്യാനുണ്ട്, അല്ലേ? ആ ക്വാളിറ്റീസ് നമ്മൾ ബിൽഡ് ചെയ്യുക. നമ്മളുടെ ദീനിൽ കോൺഫിഡന്റ് ആവുക. നമ്മൾ അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിൽ വൈകിക്കാണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് ദീനിൽ കോൺഫിഡന്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ നമ്മളുടെ സമാധാനം, നമ്മളുടെ ആ ഒരു സക്സസ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുമോ, അത്രയും പെട്ടെന്ന് നമ്മൾ അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമുക്കൊന്ന് ഒരു ചെറിയ സ്പാർക്കിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സെഷൻസ് ഒക്കെ നമുക്ക് ചെയ്യണം ഇൻഷാ അല്ലാഹ്. പക്ഷെ എന്നാ പിന്നെ ടീച്ചർ വരട്ടെ, സെഷൻ എടുക്കട്ടെ എന്ന് വിചാരിച്ച് ആരും കാത്തിരിക്കേണ്ട. കാരണം ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരവരുടെ നിലയിൽ എന്തായാലും തരും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ലെസൺ എന്ന് പറയുന്നത് നമ്മൾ ദഅവ ചെയ്യുന്ന രീതി. ഓക്കെ, വളരെ ഭംഗിയായിട്ട് അള്ളാഹുലേക്ക് ആളുകളെ വിളിക്കുന്ന രീതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കുക, കോമൺ ഗ്രൗണ്ട്സ്. ഇപ്പൊ ഇവിടെ അള്ളാഹ് പറഞ്ഞത് എന്താ? നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിലുള്ള സവാഇൻ ബൈനന വ ബൈനക്കും, അല്ലെ? അത് അവർക്കും നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് അപ്പുറത്തുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും, അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാളും ഇവിടെ അഹ്ലുൽ കിതാബിനെ എങ്ങനെയാ അള്ളാഹ് വിളിക്കാൻ പറഞ്ഞത്? ഒരു കലിമ, സവാഇൻ ബൈനന വ ബൈനക്കും. കാരണം അവർ രണ്ടു കൂട്ടരും, അല്ലെ, അവർ രണ്ടു കൂട്ടരിലേക്കും എത്തിയിട്ടുള്ള ഒരു സത്യമാണത്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്.
അതുകൊണ്ട് അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവും. അതിൽ തുടങ്ങാം. സുബ്ഹാനല്ലാഹ്. അതുപോലെ ദഅവ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പം ആളുകളെ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പം അത് എവിടെ അടിയുണ്ടാവോ ആ വിഷയം വെച്ച് തുടങ്ങരുത്. ഓക്കെ, അതായത് ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടിയുണ്ടാവും നമുക്ക് തോന്നുകയാണെങ്കിൽ അതല്ല സംസാരിക്കേണ്ടത്. സാധാരണ നമ്മൾ അതാ സംസാരിക്കുക അല്ലെ. ഏതെങ്കിലും രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുക, അതായത് ഓപ്പോസിറ്റ് ടീം ചെയ്യുന്ന തെറ്റിനെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള കാര്യം അല്ലെ. ഒരു ഫ്രണ്ട്ലി ടോക്ക് ഏതെങ്കിലും രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ തമ്മിൽ നമ്മളെ കേരളത്തിൽ നടക്കുന്നത് വളരെ അപൂർവമായിട്ടേ നമ്മൾ കാണാറുള്ളൂ അല്ലെ. ഇനി അതുണ്ടെങ്കിൽ അവിടെ പല സത്യങ്ങളും മറച്ചു വെച്ചിട്ടുള്ള സംസാരമായിരിക്കും, പരസ്പരം പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരമായിരിക്കും. സുബ്ഹാനല്ലാഹ്. എപ്പോഴും മറ്റ് ഈവൻ മുസ്ലിംസിൽ തന്നെ മറ്റ് ഗ്രൂപ്പുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പറഞ്ഞാൽ അവരെ ട്രിഗർ ചെയ്യുന്ന ഉറപ്പുള്ള, അവരെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഉറപ്പുള്ള സംസാരങ്ങളാണ് സംസാരിക്കുക. സുബ്ഹാനല്ലാഹ്. ഈവൻ ഇസ്ലാം അറിയാത്തവരെടുത്ത് ഇസ്ലാം ഉണ്ടല്ലോ, അത് ശരിയായ മതമാണ്. ഒരു പുരുഷന് 4 ഭാര്യകൾ ഉണ്ടാവാന്നുള്ളത് ഇസ്ലാമിൽ അനുവദനീയമാണ്. അതിന് കുറെ പ്രയോജനങ്ങളുണ്ട്. ബ്ലാ ബ്ലാ ബ്ലാ. ഇത് കേൾക്കുന്ന ആൾക്ക് ഇത് കേട്ടിട്ട് എന്താ കാര്യം? അവരതിലേക്ക് എത്താൻ എത്ര കാലങ്ങൾ എടുക്കും? നമ്മൾ പോലും ഇതുവരെ എത്തിയിട്ടില്ലാത്ത സത്യങ്ങളാണ് അതൊക്കെ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആർഗ്യുമെന്റ് ഉണ്ടാക്കുന്ന, ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന സംസാരങ്ങൾ, മ്യൂസിക് അനുവദനീയമല്ല ഇസ്ലാമില്. കാരണം അത് നമ്മളുടെ ബുദ്ധിനെ മറച്ചു കളയും, ഖുർആനെ കയറാൻ സമ്മതിക്കൂല. ഇതൊക്കെ അവർക്ക് കുറേ കാലം കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. യുനോ ഇസ്ലാമിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഫുള്ളി കവേർഡ് ആണ്. ഫുള്ളി കവേർഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്. അവൾക്കൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കൽപ്പന തന്നത്. നമുക്കത് മനസ്സിലാവുമായിരിക്കും, നമ്മൾ കുറെ കൊല്ലങ്ങളായിട്ട് ഇതിങ്ങനെ അല്ലെ, ഇതിനകത്ത് ഓരോ ലെവലും താണ്ടി താണ്ടി അടുത്ത ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർ തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടല്ല ഇസ്ലാമിന്റെ ഓതന്റിസിറ്റി പ്രൂവ് ചെയ്യേണ്ടത്. എന്താ അവിടെ ഒരു ബന്ധം? എവിടെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുക അല്ലെ? ഒരു ദീനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മുസ്ലിം ആയിക്കോട്ടെ, കാരണം നെയിംസേക്ക് മുസ്ലിംസ് ഇഷ്ടംപോലെ നമ്മുടെ ചുറ്റുപാടുണ്ട് അല്ലെ, പേരിന് മാത്രം മുസ്ലിം ആയിട്ടുള്ളവർ. അവർക്ക് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് അവർ ഇസ്ലാമിലേക്ക് വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തൊരു വിഡ്ഢിത്തല്ലേ. അപ്പം സിമിലാരിറ്റീസിനെ കുറിച്ച് സംസാരിക്കാം. അവർക്കും നമുക്കും കോമൺ ആയിട്ട് മനസ്സിലാക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടത്താം. ഡിഫറൻസസും കോൺട്രവേഴ്സീസ് ഒക്കെ പിന്നത്തേക്ക് വെക്കാം. സുബ്ഹാനല്ലാഹ്. നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നും നമ്മള് ഫ്രണ്ട്ലി ആണ് അല്ലെ, നമ്മളടുത്ത് എന്തെങ്കിലും സംസാരിക്കാം. എന്നാൽ കുറച്ച് കടുപ്പത്തിലും എന്ന് പറഞ്ഞിട്ട് അവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരടുത്ത് ആർക്കാ സംസാരിക്കാൻ തോന്നുക? ആർക്കാ റിലേറ്റ് ചെയ്യാൻ തോന്നുക? തോന്നൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇപ്പൊ നമ്മളടുത്ത് ആരെങ്കിലും ഏൽപ്പിക്കാണ്, എന്റെ മോള് എന്ത് ചെയ്തിട്ടും നിസ്കരിക്കുന്നില്ല, നിങ്ങളൊന്ന് മോളടുത്ത് സംസാരിക്കണം. ഓക്കെ, അത് നമ്മളടുത്ത് പറഞ്ഞത് ചിലപ്പോൾ നമ്മള് ഈ ഹിജാബൊക്കെ കണ്ടിട്ടേക്കും നമ്മൾ ഭയങ്കര എന്തോ സംഭവം വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ നേരെ ആ കുട്ടീൻ്റെ അടുത്ത് ചെന്നിട്ട് നിന്റെ ഹിജാബ് ശരിയില്ല കേട്ടോ, നീ ശരിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അടുക്കൂല. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ വരണം, ആ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കാര്യവും സെറ്റ് ആവും ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ കുട്ടിക്ക് അന്ന് മിക്കവാറും ഫുഡ് പോയ്സൺ ആയിരിക്കും അല്ലെ, ക്ലാസ്സിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ കുട്ടി വിചാരിക്കും പഠിച്ചോനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മുഖം കാണാണ്ട് തല മുതൽ കാല വരെ മൂടിയ മനുഷ്യന്മാർ അതിൻ്റെ അടുത്ത് പോയിരുന്ന എനിക്ക് ശ്വാസം മുട്ടുമെന്ന് വിചാരിക്കും അല്ലേ. അങ്ങനെ ആ കുട്ടീൻ്റെ അടുത്ത് എന്താ സംസാരിക്കുക? നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏതോ നിനക്ക് ഇഷ്ടമുള്ള വിഷയം? കോമൺ ആണല്ലേ, അതുകൊണ്ട് ഒരു ഹാമും വരാൻ പോണില്ല അങ്ങനത്തെ വിഷയങ്ങളൊന്നും സംസാരിച്ചെന്ന് വെച്ചിട്ട്. അപ്പൊ നമ്മള് ഈ ഏതോ പ്ലാനറ്റിൽ നിന്ന് വരുന്ന അല്ലെ, ചൊവ്വേന്ന് വ്യാഴത്തുനിന്ന് വരുന്ന ആളാന്ന് അവർക്ക് തോന്നൂല. അവർക്ക് നമ്മളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരും ഇവരൊരു സാധാരണ മനുഷ്യജീവിയാണ്, നമുക്ക് ഇച്ചിരി റിലാക്സ് ആയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും അല്ലെ, എന്റെ ഫാഷനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ഇവരുടെ സംസാരിക്കാൻ പറ്റും എന്നൊക്കെ അവർക്ക് തോന്നും. സുബ്ഹാനല്ലാഹ്. എവിടെ നല്ല ഫുഡ് കിട്ടുക അല്ലെ, ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്. ഞാൻ I4C തുടങ്ങുന്ന സമയത്ത് എനിക്ക് കുറേ മെസ്സേജുകൾ പല ഉമ്മമാരുടെ അടുത്തൊന്നും വരാറുണ്ടായിരുന്നു. അവര് ഡ്രസ്സിങ് ശരിയാക്കാൻ വേണ്ടിയിട്ട്, നമസ്കാരം ശരിയാക്കാൻ വേണ്ടിയിട്ട്. അത് ഇതൊക്കെ ശരിയാക്കേണ്ട കാര്യങ്ങൾ തന്നെയാട്ടോ, ശരിയാക്കേണ്ടാത്ത കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷെ അവര് നാളെ നമ്മൾ പറയുന്നത് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യണം ഇന്ന് നമ്മൾ. ഓക്കെ, അവരിന്ന് ജീവിക്കുന്ന കോണ്ടെക്സ്റ്റിൽ നമ്മൾ ജീവിച്ചെങ്കിലേ അവർക്ക് നാളെ നമ്മൾ പറയുന്ന ശരികളിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്നത് നാളെ അവർ കേൾക്കണം എന്നുണ്ടെങ്കിൽ, ഇത് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും, ഒരു സംസാരിച്ചു തുടങ്ങിയ ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും, ആ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ കുട്ടീൻ്റെ എന്തെങ്കിലും തെറ്റ് തിരുത്താനാവരുത്, പകരം ആ കുട്ടിയായിട്ട് കണക്ട് ചെയ്ത് വെക്കാനായിരിക്കണം. എന്നെങ്കിലും നമുക്ക് തിരുത്താൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെങ്കിലും ആ കുട്ടിക്ക് ഒരു സൊല്യൂഷൻ ചോദിച്ച് നമ്മളടുത്ത് വരാൻ പറ്റാനുള്ള ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കണം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കേണ്ടത്. അല്ലാതെ ഇന്ന് തന്നെ ആ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അവിടെ ലൈറ്റ് കത്തുന്ന പോലെ ആ കുട്ടീനെ അങ്ങോട്ട് ശരിയാക്കാന്ന് വിചാരിച്ചിട്ടാവരുത്. ഓക്കെ, അവരെ ടേൺ ഓഫ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരടുത്ത് അവരൊരിക്കലും അടുക്കൂല. ഇനി ഫിസിക്കലി അവര് ഗതികേട് കൊണ്ട് അടുക്കുന്നുണ്ടാവും, ബിക്കോസ് നമ്മൾ പേരൻസ് ആണ്, നമ്മൾ ഒരേ വീട്ടിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്, എനിക്ക് പോയിട്ട് വേറെ എവിടെയും ജീവിക്കാനില്ലാത്തത് കൊണ്ട് അവര് നമ്മളെ അടുത്ത് ഫിസിക്കലി അടുത്തായിരിക്കും ഉണ്ടാവുക, നമ്മളെ വീട്ടിലായിരിക്കും ഉണ്ടാവുക, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമായിരിക്കും കഴിക്കുന്നുണ്ടാവുക, പക്ഷെ മെന്റലി അവരെന്നോ അകന്നിട്ടുണ്ടാവും നമ്മളെ അടുത്തുനിന്ന്. അപ്പം ഓരോ ചെറിയ കുട്ടീനെ കാണുമ്പോഴും നമുക്ക് അവിടെ ഒരു ദാവയ്ക്ക് സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ആരോ ചോദിച്ചല്ലേ ഇത് എങ്ങനെ തുടങ്ങാന്ന്, അവിടുന്നേ തുടങ്ങാം നമുക്ക്. ആ കുട്ടീൻ്റെ അടുത്ത് ഇരിക്കുക, സംസാരിക്കുക, അവനല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരെ കൂടെ ചെയ്യുക, തമാശാക്കുക. അവര് നമ്മളെ ഹൃദയം കൊണ്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുട്ടീനെ കണ്ടിട്ട്, നിന്റെ ആ കുരുവിന്റെ എന്താണ് ആ കുട്ടി എനിക്ക് എക്സാക്ട് ആ ഡയലോഗ് ഓർമ്മയില്ല, വളർത്തിക്കൊണ്ടിരുന്ന ഒരു കുരുവി, അതിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറയാം. അതായത് ഒരു ദീനനെ നയിക്കുന്ന നമ്മളുടെയൊക്കെ നേതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറിയ കുട്ടീനെ കണ്ടപ്പോ, നീ വളർത്തുന്ന കുരുവിന്റെ ഹാലെന്താന്ന്. സുബ്ഹാനല്ലാഹ്. ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണത്. അവിടെ കണക്ട് ആയില്ലേ, ഹൃദയങ്ങൾ തമ്മിൽ കണക്ട് ആയി. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പറഞ്ഞ ഇസ്ലാമിക് സർക്കിളിലും ഇസ്ലാമിക് ഫ്രണ്ട്സിലും തന്നെ തിരിഞ്ഞും മറിഞ്ഞും നമ്മുടെ സംസാരങ്ങൾ വെച്ചിരിക്കുന്നത്? കാരണം അവിടെ നമുക്ക് കണക്ഷൻ ഉണ്ട്. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവും, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. നേരെ മറിച്ച് നമ്മളെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലേ, നമ്മളെ സ്വന്തത്തിന്റെ അടുത്ത് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, കാരണം കണക്ഷൻ കിട്ടുന്നില്ല. കണക്ഷൻ ഉണ്ടാക്കാൻ നമ്മളും ശ്രമിച്ചിട്ടില്ല. ആണല്ലോ. യെസ്, അതന്നെ ശരിയാ. അപ്പം അവരൊരിക്കലും നമ്മളെ അപ്രോച്ച് ചെയ്യൂല, അവര് ഡിഫെൻസീവ് ആവും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവര് ഹൃദയം കൊണ്ട് തിരിഞ്ഞു നിന്നിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവര് ശ്രമിക്കും. കാരണം നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണെന്ന് അവർക്കറിയാം. നിങ്ങളുടെ ഈ അറ്റാക്കുകളാണ് അവർക്ക് സേഫ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം നമ്മൾ അവിടെ ഫിറ്റ് ആവുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം ഓരോരുത്തരടുത്തും പ്രത്യേകിച്ച് അപ്പൊ നമ്മളെ പോലെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തിരുത്തുമ്പോൾ ഇറ്റ്സ് ഓക്കെ, നമുക്കറിയാം നമ്മൾ തിരുത്തപ്പെടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന് അല്ലെ. എന്നാൽ പോലും പല ലെവലുകളിൽ അത് അങ്ങനെയല്ല. എല്ലാവരും അത് ഇങ്ങനെ ഫുള്ളി റിസപ്റ്റീവ് ഒന്നും അല്ല. അപ്പം എല്ലാവരുടെ സംസാരിക്കുമ്പം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിക്കാം, അവർക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിക്കാം. സുബ്ഹാനല്ലാഹ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തൊന്നും നമ്മൾ സത്യത്തിനെ മാറ്റി നിർത്താൻ പാടില്ല, ഹക്കിനെ മാറ്റി നിർത്താൻ പാടില്ല. നിസ്കാരം ഒന്നും കുഴപ്പമില്ല, വലിയ നിർബന്ധമൊന്നുമില്ല, അങ്ങനത്തെ സംസാരമൊന്നും നമ്മളെ നാവിൽ നിന്ന് വന്നും കൂടാ, അങ്ങനത്തെ മാനറിസംസും നമ്മളെ വായിൽ നിന്ന് നമ്മളെ രീതിയിൽ നിന്ന് വന്നുകൂടാ. ഹിജാബോ അതൊന്നും വലിയ നിർബന്ധമുള്ള കാര്യമില്ല, അത് ജസ്റ്റ് ഒരു മോഡസ്റ്റിന്റെ ഒരു അടയാളം മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാൻ വേണ്ടെങ്കിൽ ഇടണ്ട. അറ്റ ഡയലോഗ് ഒന്നും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് ഏത് സാഹചര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നു, അതിനെ അവർ വാച്ച് ചെയ്യും, അതിന്റെ റിസൾട്ടിനെയും അവർ വാച്ച് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കിത് ഒന്നെങ്കിൽ ഈ അറ്റം അല്ലെങ്കിൽ ആ അറ്റം, അത് രണ്ടേ നമുക്ക് പറ്റുള്ളൂ. ഒന്നെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തിട്ടാണ് അവരുടെ ഫ്രണ്ട് ആവുക, അതല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി കുറ്റപ്പെടുത്തിട്ട് നമ്മൾ വേറൊരു ഐലൻഡിൽ നിൽക്കുന്നത് പോലെ. ഇത് രണ്ടും അല്ലാണ്ട് ഇതിന്റെ നടുവിലൊരു ട്രാക്ക് ഉണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് നിന്നിട്ട് അവരെ നമ്മളെ മനസ്സിലാക്കി ഒരു ട്രാക്ക്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഒരിക്കലും മറ്റേ പേഴ്സണെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സത്യത്തിൽ ഹക്കിൽ കുറച്ച് വെള്ളം ഒഴിക്കല് പറ്റൂല, കോംപ്രമൈസ് ചെയ്യല് പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവർക്കും നമുക്കിടയിൽ വലിയൊരു വേലി അങ്ങോട്ട് കെട്ടി അവിടെ വെക്കും. അതിന് നമ്മൾ നമ്മൾ കൊണ്ടുവരുന്ന ന്യായം എന്താന്ന് വെച്ചാല്, തിന്മയുടെ അടുത്തേക്ക് പോലും പോകരുതെന്ന്. തിന്മയുടെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ അടുത്തേക്കല്ല. അല്ലേ? അപ്പൊ നമുക്ക് നമ്മളെ തന്നെ കോൺഫിഡൻസ് ഇല്ല.
അപ്പം ഇതെല്ലാം ശരിയായ രീതി എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ കൊണ്ട് തല വെച്ച് കൊടുത്ത് നമ്മളെ വിശ്വാസത്തിന് കുഴപ്പമാക്കുന്നല്ല കേട്ടോ. അങ്ങനെ ഒരു സാഹചര്യം നമ്മളെ വിശ്വാസം തന്നെ നമുക്ക് കൺഫ്യൂസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മളെ ഹിക്മത്തോടു കൂടി മാറി നിൽക്കുകയും വേണം. അവർ ഓവറായിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന വാദങ്ങളും പ്രതിവാദങ്ങളും കൊണ്ടുവരെങ്കിൽ അതിനെ നമുക്ക് താങ്ങാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വിശ്വാസത്തിന് പ്രശ്നം പറ്റുന്ന തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ സേഫായിട്ട് മാറി നിൽക്കുകയും വേണം. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇങ്ങനത്തെ നോർമൽ സംസാരങ്ങളൊന്നും, ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്ന സംസാരങ്ങളൊന്നും പലപ്പോഴും നമ്മളെ വിശ്വാസത്തിന് കലർപ്പുണ്ടാക്കുക എന്നുള്ളതായിരിക്കില്ല. അത് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരുമായിരിക്കും. അത് നമ്മളുടെ മോഡിനനുസരിച്ച്, നമ്മൾ അങ്ങോട്ട് പോകണ മോഡിനനുസരിച്ചിരിക്കും അത്. സുബ്ഹാനല്ലാഹ്. അപ്പം സിമിലാരിറ്റീസിനെ കുറിച്ച് സംസാരിക്കുക, ഡിഫറൻസസ് കൊണ്ടുവരരുത്. അതേസമയം ശരികളെ നമ്മൾ കോംപ്രമൈസും ചെയ്യരുത്, ഹക്കിനെ നമ്മൾ കോംപ്രമൈസും ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. ഇനി ഇവിടെ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അവരുടെ സിമിലാരിറ്റി, അഹ്ലുൽ കിതാബിന്റെ സിമിലാരിറ്റി എന്ന് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ഇബാദത്ത് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. കാരണം അത് അവർ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് പരിചയമുള്ള കാര്യമാണ്. അതവരത് പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാം അത് തന്നെയാണ് കൊണ്ടുവന്നത്, ഈസ അലൈഹി ഇസ്ലാം അത് തന്നെയാണ് കൊണ്ടുവന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാ നബിമാരും ഇതാണ് കൊണ്ടുവന്നത്. വേറൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരെ അർബാബാക്കരുത്, നിങ്ങളിൽ നിന്ന് നിങ്ങളെ ചിലരെ തന്നെ അർബാബാക്കരുത്. അത് നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അവകാശം അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും ഇല്ല. ശരിക്കും നമ്മളെ ദീനില് പല ലെവലുകളിൽ, അതായത് എക്സ്ട്രീമിസം ഒരു കടന്നു വരുമ്പം പല കാര്യങ്ങളിലും സ്വന്തം നിയമങ്ങൾ കൊണ്ടുവരുന്നവരുണ്ട് അല്ലെ. ഇപ്പൊ ചികിത്സിക്കാൻ പാടില്ല എന്നുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാരുടെ ഫത്വ ഉണ്ടാവും ചില കാര്യങ്ങളിൽ. അതായത് ഒരു ലൈഫ് ത്രെറ്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചില ഹറാമുകൾ, അതായത് അന്യപുരുഷന്മാർ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഹലാലാക്കിക്കൊണ്ടുള്ള പണ്ഡിതന്മാരുടെ ഫത്വ ഉണ്ടാവും. അതിനെ പോലും എറിഞ്ഞുടക്കുന്ന രീതിയിൽ സ്വന്തം നിയമം കൊണ്ടുവരുന്ന പല ഗ്രൂപ്പുകളും പല ആളുകളും ഉണ്ട്. ഒരിക്കലും നിയമങ്ങൾ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ അവകാശമില്ല. ഫിഖ്ഹി പണ്ഡിതന്മാര് അവർക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, അവർക്കൊരു രീതിയുണ്ട്, അതനുസരിച്ചാണ് അവർ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അവർക്കൊരു കൗൺസിൽ ഉണ്ട്, അവർക്ക് കമ്മിറ്റി ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്. അവര് ഖിയാസ് അതുപോലെ പല പല രീതികൾ ഉപയോഗിച്ചിട്ട് ഖുർആനും സുന്നത്തും വെച്ചിട്ട് അവര് കാര്യങ്ങൾ നടപ്പിൽ വന്ന് നിയമങ്ങൾ കൊണ്ടുവന്ന് ഫിഖ്ഹി തത്വങ്ങളൊക്കെ ഇതാക്കുമ്പോൾ ഇല്ല ഇതൊന്നും പറ്റൂല, നമ്മൾ ഇതിനേക്കാളും കുറച്ചും കടുപ്പം കൂടിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് നിയമങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതും പാടില്ല എന്ന് ഈ ആയത്തിൽ പറയുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മളെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തിന് അപ്പുറത്തുള്ള എന്തെങ്കിലും നിയമം ആരെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്മാരായിട്ടുള്ള ആരെങ്കിലും, അതിനെ നമുക്ക് അനുസരിക്കാനും പറ്റില്ല അല്ലെ. കാരണം അള്ളാഹിന്റെ ഫർളുകളെ നിന്ന് മാറി നിൽക്കാനും അള്ളാഹിന്റെ ഹറാമുകൾ ചെയ്യാനും ആര് കൽപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളത് അഖീദയിൽ തൗഹീദിന്റെ ഭാഗമായിട്ട് ശിർക്കിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോഴും അവിടെ നമ്മൾ ഡിസ്റെസ്പെക്ട്ഫുൾ, അതായത് അവർക്ക് റെസ്പെക്ട് കൊടുക്കാണ്ട് അവരായിട്ട് തർക്കിക്കുക, മോശം മാനേഴ്സ് കാണിക്കുക എന്നുള്ളതും അവിടെ ഇല്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരാളടുത്ത് ഡിസഗ്രി ചെയ്യാം. അത് ചോദിച്ചാൽ ആൾ പറയുന്ന കാര്യം നമുക്ക് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ വളരെ ബഹുമാനത്തോടു കൂടി, ഓരോരുത്തർക്കും കൊടുക്കേണ്ട ബഹുമാനത്തോടു കൂടി അതിനെ നമുക്ക് ഡിസഗ്രി ചെയ്യാം. കാരണം നമ്മളുടെ ശരികളിൽ, നമ്മൾ ആ ഫോളോ ചെയ്യുന്ന ശരിയുടെ തെളിവുകളിൽ, ഖുർആനില് സുന്നത്തില് നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ നമ്മൾ അവരടുത്ത് തല്ലും പിടിയുണ്ടാക്കേണ്ട കാര്യമില്ല, അവരെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ല. റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇന്നതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു രീതിയുണ്ട്. അപ്പം ആ ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾ റെസ്പെക്ട്ഫുള്ളി ക്യാരി ചെയ്യുക എന്നുള്ളത് നമ്മളെ മാതൃകയുടെ ഭാഗമാണ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മോഡലിന്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സാഹചര്യത്തിലും ദഅവ ചെയ്യുമ്പോൾ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്, അതായത് വിനയം എന്ന് പറയുന്ന സംഭവം ഓരോ സാഹചര്യങ്ങളിലും കൊണ്ടുവന്ന ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ വിചാരം ഇനിയിപ്പോൾ റെസ്പെക്ട് കാണിക്കണം, സോഫ്റ്റ്നെസ് കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യണം എന്നാണ്, ഹക്കിനെ മാറ്റി പറയണം എന്നാണ്. ഒരിക്കലല്ല. ഈ ഒരു ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ബാലൻസിനെ എപ്പോഴും ഓർക്കും. മുമ്പ് നമ്മൾ തിന്മ ചെയ്യുന്ന ആക്ഷൻസിന്, അതായത് തിന്മ ചെയ്യുന്നവരുടെ ആക്ഷൻസിനെയാണ് വെറുക്കേണ്ടത്, തിന്മ ചെയ്തവരെയല്ല വെറുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിലേക്ക് എത്താൻ നമുക്കൊക്കെ കുറെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അവരെ മൊത്തത്തിൽ വെറുത്തിട്ട് ശീലിച്ചതാണ്. അതേപോലെയാണ് ഇവിടെയും ഹക്കിനെ നമ്മൾ, അതായത് അവരുമായിട്ട് നമ്മൾ നല്ല ടേംസിൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും അവരുടെ ഹക്കിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതല്ല. ഹക്ക് നമ്മളുടെ ഹക്ക് തന്നെയാണ് ഹക്ക്. പക്ഷേ അവരുടെ അടുത്ത് നമ്മൾ നല്ല മാനേഴ്സോട് കൂടി, നല്ല റെസ്പെക്റ്റോട് കൂടി, നന്നായി ദയോട് കൂടി സംസാരിക്കുക എന്നുള്ള നമ്മുടെ ആ ഒരു
അത് മനുഷ്യന്മാരെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി വെയിൽ കിട്ടാതെ അവരടുത്ത് സംസാരിക്കുക എന്നുള്ള ആ ഒരു സംഭവത്തിനെ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് കീപ്പ് ചെയ്യണം. ആൻഡ് അതിനുപരി നമ്മൾ നമ്മളുടെ ദീനിൽ നല്ല കോൺഫിഡന്റ് ആയിരിക്കണം. കാരണം നമ്മൾ ആരെങ്കിലും വിളിച്ച് അവരുടെ അടുത്ത് പലതും പറഞ്ഞു നോക്കി, അവര് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, എന്ത് ചെയ്തിട്ട് അവർ സ്വീകരിക്കുന്നില്ല. അപ്പൊ നമുക്ക് തോന്നി ഇനിയിപ്പൊ ഞാൻ തന്നെയാണോ തെറ്റ്? സുബ്ഹാനല്ലാഹ് അല്ലെ? അപ്പൊ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം, നമ്മൾ പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എത്രത്തോളം പ്രാവർത്തികമാക്കുന്നോ അത്രത്തോളം നമുക്ക് എളുപ്പമായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവസാനം പറയുന്നുണ്ട് അല്ലെ, നിങ്ങൾ ഇഷ്ഹദു ബി അന്നാ മുസ്ലിമോൻ, നിങ്ങൾ മുസ്ലിം ആണെന്ന് സാക്ഷ്യം വഹിക്കണം. അക്കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത 3 ആയത്തുകൾ നമുക്ക് ഒന്നിച്ച് നോക്കിയിട്ട് പോകാം. 65 يا أهل الكتاب لم تحاجون في إبراهيم وما أنزلت التوراة والإنجيل إلا من بعده أفلا تعقلون. വേദക്കാരെ, ഇബ്രാഹിമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? തൗറാത്തും ഇഞ്ചീലും അവതരിക്കപ്പെട്ടത് അദ്ദേഹത്തിന് ശേഷം മാത്രമാണല്ലോ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? 66 ആയത്ത്, അൻതും ഹഉലാഇ ഹാജജ്തും ഫീമാ ലക്കും ബിഹി ഇൽമുൻ ഫലിമ തുഹാജ്ജൂന ഫീമാ ലൈസ ലക്കും ബിഹി ഇൽം വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഹേ കൂട്ടരെ, നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തെ പറ്റി നിങ്ങൾ തർക്കിച്ചു, ഇനി നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ എന്തിനു തർക്കിക്കുന്നു? അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അടുത്തത്, മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹം ശിർക്കിൽ നിന്ന് പൂർണ്ണമായിട്ടാകുന്ന ശുദ്ധഗതിക്കാരനും അള്ളാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിമുമായിരുന്നു. അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവനായിരുന്നില്ല. അപ്പം ഈ ആയത്തുകളിൽ നമ്മൾ എന്താ കാണുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒരു ഡിസ്കഷൻ ആണ് അല്ലെ, ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ പ്രസൻസിൽ ഡിസ്കസ് ചെയ്യാണ്. അവർ തമ്മിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുകയാണ് അവിടെ. ജൂതന്മാർ പറയാണ് ഞങ്ങളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഫോളോവേഴ്സ്, ക്രിസ്ത്യാനികൾ പറയാണ് ഞങ്ങളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഫോളോവേഴ്സ് അല്ലെ, നിങ്ങൾ തെറ്റാണ്, ഞങ്ങൾ ശരിയാണ്, ഞങ്ങൾ തെറ്റാണ്, നിങ്ങൾ ശരിയാണെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തെറ്റും ശരിയും പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ആ ടോർച്ചൊന്നുമല്ല നമ്മളുടെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരാം. നമുക്കറിയാം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അല്ലെ, അവര് സ്വയം അവകാശപ്പെടുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണ് സലഫുകൾ, മറ്റേ ഗ്രൂപ്പ് സലഫല്ല അല്ലെ. അവരാണ് ഖുർആന്റെ സുന്നത്തിന്റെ ആൾക്കാർ, മറ്റുള്ളവരല്ല. അല്ലെങ്കിൽ അവർ മാത്രമാണ് ശരി, അവരുടെ മാത്രമാണ് അഖീദ കറക്റ്റ്, അവർ മാത്രമാണ് ശരീനെ ഫോളോ ചെയ്യുന്നത് എന്നുള്ള ഈ ഒരു തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതിനിടയിൽ പെട്ട് നമ്മളെ പോലെ സാധാരണക്കാര് ആകെ കൂടെ പെട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് എന്താ ചെയ്യേണ്ട, അവരെ ഫോളോ ചെയ്യണം, ഇവരെ ഫോളോ ചെയ്യണം. ഇനി ഒരു കൂട്ടരെ കുറച്ചു കാലം ഫോളോ ചെയ്താൽ വേറൊരു കൂട്ടർ പറയുന്നത് കാണാം ഇവര് പറയുന്നത് മൊത്തം തെറ്റാണെന്ന്. സുബ്ഹാനല്ലാഹ്. വലിയൊരു പ്രശ്നമാണല്ലേ, വലിയൊരു ഫിത്നയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതിനുള്ള ഉത്തരം ശരിക്കും ഈ ആയത്തുകളിലുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്താ ഉത്തരം എന്ന് വെച്ചാല്, ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തായിരുന്നു സലഫുകൾ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ക്വാളിറ്റീസ് ഈ പറഞ്ഞ ആളുകളിൽ ഉണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി. ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് വേഗം മനസ്സിലാവും. കാരണം ഇങ്ങനെ അവകാശപ്പെടുന്ന തർക്കിക്കുന്ന മിക്ക ഗ്രൂപ്പുകളെയും ശരിക്കും ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും, അവർ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് ഈ മലയാളത്തിൽ നമ്മൾ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, മറ്റുള്ളവരൊക്കെ വെടക്കാക്കിയിട്ട് എല്ലാവരെയും എനിക്കാക്കുക എന്നുള്ളത്, അതെല്ലാവരും നമ്മളെ അങ്ങോട്ട് ഫോളോ ചെയ്യോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പ് പല ആയത്തുകളിലും നമ്മൾ അതിന്റെ റീസൺ നമ്മൾ കണ്ടുല്ലേ, ബഗയൻ ബൈനഹും, അവർ തമ്മിലുള്ള എന്താണ് പകപോക്കല് അല്ലെങ്കിൽ മത്സരം, അസൂയ ആണ് ഇതിനൊക്കെ കാരണം എന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പം ഞാനാണ് അന ഖൈറും മിൻഹുന്റെ ഒരു വേറെ ഒരു എക്സ്പ്രഷൻ ആണിത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. മിക്ക ഗ്രൂപ്പുകളും അവര് വേറെ ഒരാളായിട്ട് ബന്ധം പോലും ഉണ്ടാവില്ല, വേറെ മനുഷ്യന്മാരെ കാണുമ്പോൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കലും അവരെ കുറ്റപ്പെടുത്തലും, അവരൊക്കെ ഏതെങ്കിലും ഒരു രണ്ടു കൂട്ടർ ഒന്നിച്ച് നിൽക്കുന്ന കണ്ടാലും എന്നാ പിന്നെ ഈ കൂട്ടർ മോശമായതുകൊണ്ട് അവരെ കൂടെ നിൽക്കുന്ന മറ്റേ കൂട്ടർ മോശമായിരിക്കും എന്ന് വിചാരിക്കലും. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പഠിക്കുമ്പോൾ, സലഫുകളെ പഠിക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ അവരിങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരൊന്നിനെ വേറിട്ട് നിർത്തിയിട്ട് ആ കൂട്ടർ അവിടെ ഈ കൂട്ടർ അവിടെ എന്ന് വേറിട്ട് നിർത്തിയത് കണ്ടിട്ടുണ്ടോ? ഈവൻ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയത് കണ്ടിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. മദീനയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ആദ്യം ചെയ്തത് എന്താ? സഹീഫ ഉണ്ടാക്കുക ചെയ്തത് അല്ലെ. അതായത് അവിടുത്തെ മുസ്ലിങ്ങളും അല്ലെ, അതായത് വിശ്വാസികളും മുശ്രിക്കുകളും
ജൂതന്മാരും ഒക്കെയുള്ള ആ ഒരു സമൂഹത്തിന്റെ കോ എക്സിസ്റ്റൻസ്, അവർ ഒന്നിച്ച് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നിയമസംഹിത എഴുതി ഉണ്ടാക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ മാത്രം ഫോളോ ചെയ്യുന്ന ഒരേ ഒരു ഗ്രൂപ്പാണെന്ന് അവകാശപ്പെടുന്ന ഇങ്ങനത്തെ ഓരോ ഗ്രൂപ്പുകളും, ഞങ്ങൾ മാത്രമാണ് സലഫികൾ എന്ന് അവകാശപ്പെടുന്ന ഇങ്ങനത്തെ ഓരോ സലഫികളും നേരത്തെ പറഞ്ഞതുപോലെ കാണാത്ത വേലി കെട്ടി, അല്ലെ, നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത മതില് കെട്ടി ഹൃദയത്തിന്റെ ചുറ്റും വേലി കെട്ടിട്ട് അവരിങ്ങനെ ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ട് അവര് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയിട്ട് നമ്മൾ നോർമൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇവിടെയുള്ളൂ. അവർക്ക് ഈ പറഞ്ഞ ഖുർആന്റെയും സുന്നത്തിന്റെയും ക്വാളിറ്റീസ് 7 അയലത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ആരും 100% ഖുർആന്റെ സുന്നത്തിന്റെയും ക്വാളിറ്റീസ് ഉള്ളവരൊന്നും ആയിരിക്കില്ല കേട്ടോ. കാരണം എല്ലാവരും ട്രൈങ് ആയിരിക്കും. നമുക്കറിയാം നമ്മൾ എന്താണെന്നല്ലേ, നമ്മൾ ഇത്ര ശ്രമിച്ചിട്ടും അവിടേക്ക് എത്താത്ത ആൾക്കാരാണ്. അപ്പം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ട്രൈങ് ആയിരിക്കും, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. പക്ഷെ ഇവര് അതല്ലാത്തത് പ്രചരിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് പ്രചരിപ്പിക്കുന്നത് ശരിയും ശ്രമിച്ചിട്ട് അവിടെ എത്താത്തതും നമ്മൾ, ശ്രമിച്ചിട്ട് അവിടെ എത്താത്തതും തെറ്റായത് പ്രചരിപ്പിക്കുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പം അവർക്ക് ഈ പറഞ്ഞ ഖുർആന്റെയും സുന്നത്തിന്റെയും ക്വാളിറ്റി ഉണ്ടോന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബാക്കി തവക്കൽ അല്ലാഹ്, നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ദുആ ചെയ്യുക. അള്ളാഹു നമ്മളെ ഏറ്റവും ഹയറായ ട്രാക്ക് തന്നെ നമ്മളെ എത്തിക്കൊള്ളൂ. വത്തഖുല്ലാഹ് വയഅല്ലിമുക്കുമുല്ലാഹ്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിലേക്ക് എത്തിയത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലാണ്ട് ഈ പറഞ്ഞ സലഫിന്റെ പേരിൽ അടി ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളുടെ കൺഫ്യൂഷനിലൊന്നും പെട്ടിട്ട് നമ്മൾ ഒരു നിരാശയും നമുക്ക് വേണ്ട, ഒരു ക്ലാരിറ്റി കുറവും നമുക്കിവിടെ ആവശ്യമില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പേരിൽ അവർ തർക്കിക്കുമ്പോൾ, അല്ലെ, ഞങ്ങളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ എന്ന് ഒരു കൂട്ടരും, നിങ്ങൾ തെറ്റാന്ന് പറയുമ്പോൾ മറ്റേ കൂട്ടരും അതേപോലെ ഞങ്ങളാണ് ആളുകൾ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ, നിങ്ങൾ തെറ്റാന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന ഇബ്രാഹിമു യഹൂദിയ്യൻ വലാ നസ്രാനിയ്യൻ. നിങ്ങൾ ഈ രണ്ട് ഗ്രൂപ്പുകളും ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ. കാരണം ഓരോ ഗ്രൂപ്പിനും ഓരോ നേച്ചർ ഉണ്ട്. യഹൂദികൾ എന്താ ചെയ്തതെന്ന് നമുക്കറിയാം, നസ്രാനികൾ എന്താ ചെയ്തതെന്ന് നമുക്കറിയാം, അല്ലെ. ഇത് രണ്ടും അല്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്തുകൊണ്ടിരുന്നത്. വലാകിൻ കാന ഹനീഫ മുസ്ലിമൻ. എന്തായിരുന്നു? ഹനീഫായിരുന്നു, അല്ലെ, സ്ട്രെയിറ്റ് ആയിരുന്നു, മുസ്ലിമൻ, അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയവനായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ. നിങ്ങൾ ചെയ്ത ഈ ശിർക്കൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എത്ര സിമ്പിളാണ് കാര്യം, അല്ലെ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണെന്ന് വാദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്വാളിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആരാ ശരി ആരാ തെറ്റെന്ന്. പക്ഷെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവസാനം അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് എന്താണ്, എവിടെയും അത് ഇന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ലൂ ഇട്ടിട്ടില്ല. നമുക്ക് ആകെയുള്ള ക്ലൂ എന്ന് പറയുന്നത് ഖുർആനെയും സുന്നത്തിനെയും നമ്മൾ ഫോളോ ചെയ്യുക, നമ്മളുടെ ഹൃദയം ഇഖ്ലാസ് ഉള്ളതാക്കുക, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, റബ്ബിൽ തവക്കൽ ചെയ്യുക. റബ്ബ് നമ്മളെ ശരിയായിട്ട് തന്നെ ഗൈഡ് ചെയ്യട്ടെ. അള്ളാഹു എല്ലാവരെയും ആ ഒരു ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൽ നമ്മൾ തേടുന്ന ആ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ എത്തിക്കട്ടെ. ആമീൻ. അപ്പം ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ ലോകത്തിൽ നിന്ന് പോയി, അല്ലെ. വേറെ അടുത്തൊരു ലെസൺ നമുക്ക് വരാനുള്ളത്, വർഷങ്ങളായിട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പോയിട്ട് ഇപ്പോഴും ആളുകൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പേരിൽ വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ. ഞങ്ങളാണ് ആൾക്കാരെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ആരാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലെ, അവരുടെ അടുത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഖുർആൻ വരുന്നത്, അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് ശേഷം യഹൂദികളും ക്രിസ്ത്യാനികളും ഒക്കെ വന്നിട്ട് അതിനുശേഷം ഖുർആൻ വന്നിട്ട് അവർ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പേരിൽ വാദിക്കുമ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ വേണ്ടിയിട്ട് ന്യായവാദം നടത്തുകയാണ്. കാരണം അള്ളാഹ് ഡിഫെൻഡ് ചെയ്യും. സൂറത്ത് ഹജ്ജില് 38-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ. നിശ്ചയമായും അള്ളാഹു സത്യവിശ്വാസികളെ സംരക്ഷിച്ചു നിർത്തുക തന്നെ ചെയ്യും. സോ നമ്മൾ സേഫാണ്, അല്ലെ. അൽഹംദുലില്ലാഹ്. നമ്മൾ സത്യവിശ്വാസികളായി തുടരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിച്ചോളും. ആര് നമ്മളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ സലഫികളല്ലാന്നും നമ്മളെ അഖീദ ശരിയല്ലാന്നും ഒക്കെ പറഞ്ഞോട്ടെ, നമ്മൾ ആ ഒരു ട്രാക്കിൽ അങ്ങനെ പോവാം. അള്ളാഹു ആണ് അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുക. അള്ളാഹിന്റെ പ്രോമിസ് ആണ്, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ. അള്ളാഹിന്റെ ഫ്രണ്ട് ആവുമ്പോൾ അള്ളാഹ് ഡിഫെൻഡ് ചെയ്തോളും. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനുള്ള വേറൊരു ലെസൺ ആണ്, വേറൊരാളെ കുറിച്ച് നമ്മളടുത്ത് വന്നിട്ട് നമ്മളടുത്ത് കുറ്റം, അവര് അങ്ങനത്തെ ആളാണ്, അല്ലെങ്കിൽ അവര് സത്യം ഹക്കിന്റെ ആൾക്കാരല്ല, അല്ലെങ്കിൽ അവരുടെ അത് ശരിയല്ല, അവരുടെ ഇത് ശരിയല്ല നമ്മളടുത്ത് പറയുമ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? നമുക്കറിയാമെങ്കിൽ അവരെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. അവരുടെ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ആ കാര്യത്തിൽ ഡിഫെൻഡ് ചെയ്യണം, അതിനുവേണ്ടി സംസാരിക്കണം.
ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവരെടുത്ത് ജൂതന്മാരെടുത്ത് ഞാൻ ജൂതനല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളടുത്ത് ഞാൻ ക്രിസ്ത്യൻ അല്ല എന്ന് പറയാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അത് കാണിച്ചു തന്നത് അല്ലേ. അപ്പം നമ്മളും അത് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരുപാട് ലെസൺസ് നമുക്ക് ഈ ആയത്തുകളിലൂടെ കിട്ടി. ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരുപാട് പാഠങ്ങളും അൽഹംദുലില്ലാഹ് നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിനെ ക്രമീകരിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും തരട്ടെ. അത് ജീവിതം കൊണ്ടും സംസാരം കൊണ്ടും അത് മറ്റുള്ളവരിലേക്ക് മാതൃകയായിട്ട് എത്തിച്ചു കൊടുക്കാനും ഉള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.